എല്ലാവർക്കും നമസ്കാരം. നിലമ്പൂര് നാലാമത്തെ തവണയാണ് ഞാൻ വരുന്നത്. കഴിഞ്ഞ 3 തവണയും വളരെ വിജയകരമായ പരിപാടികളായിരുന്നു. ആദ്യം ഞാനിവിടെ നാസ്തികനായ ദൈവം അവതരിപ്പിച്ചു 2012, 2011. 2012 ഭൂമിയിലെ ഏറ്റവും മഹത്തായ ദൃശ്യവിസ്മയം, അതോടൊപ്പം തന്നെ ചിന്തിക്കാൻ ധൈര്യപ്പെടുക, 2 പരിപാടികൾ ആ വർഷം അവതരിപ്പിച്ചു. കഴിഞ്ഞ വർഷം വന്നില്ല, ഈ വർഷം വീണ്ടും എത്തിയിരിക്കുന്നു. ഒരു പുതിയ പുസ്തകവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ പ്രഭാഷണം. ഈ പുസ്തകം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് പ്രവചന കലയുമായി ബന്ധപ്പെട്ടാണ്. പ്രഡിക്ഷൻ ലിറ്ററേച്ചർ. ജ്യോതിഷം എന്ന് പറയുന്ന ഒരു പ്രവചന കല, സത്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 1 വർഷം മുമ്പ് വരെ ഞാൻ ഒട്ടും ഗൗരവമായിട്ട് എടുത്തിട്ടില്ലാത്ത ഒരു സാധനമാണ്. ഞാൻ ജ്യോതിഷം തട്ടിപ്പാണെന്നറിയാം, പക്ഷെ അത് എന്നെ ഒരു രീതിയിലും ആകർഷിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതങ്ങനെ അങ്ങ് പോവുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം, അതായത് 2013, 2012, 2013 കാലഘട്ടത്തിൽ കേരളത്തിൽ 2 സംഭവങ്ങളുണ്ടായി. ഈ 2 സംഭവങ്ങളിലും പിതാക്കന്മാർ അവരുടെ പുതിയ ന്യൂബോൺ ആയിട്ടുള്ള നവജാത ശിശുക്കളെ എടുത്ത് തറയിലടിച്ച് കൊല്ലുന്നു. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ജ്യോതിഷ വിഷബാധ മാറിയിരിക്കുന്നു എന്നുള്ളത് ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്തയായിരുന്നു. നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമ്മാനമായിട്ട് അല്ലെങ്കിൽ ഒരു സ്വത്തായിട്ട് കാണുന്നതാണ് നിങ്ങളുടെ മക്കൾ. നിങ്ങളുടെ മക്കളെ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് വളരെ സെൻസ്ലെസ് ആയിട്ട് പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണോ അത് തീർച്ചയായിട്ടും ഒരു വിഷം തന്നെയായിരിക്കും, ഒരു സാമൂഹ്യപരമായ ഒരു വിഷം തന്നെയായിരിക്കും എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ശരിക്കും ഈ ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത തന്നെ എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം, കൊച്ചിയിൽ വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ചുള്ള ഈ പുസ്തകത്തിൻ്റെ എല്ലാ പോയിന്റുകളും പറയുക എന്ന് പറയുന്നത് എളുപ്പമല്ല. വളരെ അങ്ങും ഇങ്ങുമുള്ള കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 512 പേജ് വലുപ്പമുള്ള വലിയ പുസ്തകമാണ്. കുറേ കത്തുകളുണ്ട്, കുറേ അഭിമുഖങ്ങളുണ്ട്, അതുപോലെ തന്നെ കുറേ സയൻറ്റിഫിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട്, കുറച്ച് ജ്യോതിഷമുണ്ട്, നാഡീ ജ്യോതിഷമുണ്ട്, സംഖ്യാ ജ്യോതിഷമുണ്ട്, വേറെ പല ജ്യോതിഷങ്ങളുണ്ട്. ഞാനൊരു പുതിയ ജ്യോതിഷം അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, കാരംസ് ജ്യോതിഷം, കാരംസ് വെച്ച് ഫലം പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു മുഖവുരിയായിട്ട് ഒരു അരമണിക്കൂർ ഒരല്പം കോഗ്നിറ്റീവ് സ്റ്റഡിയാണ് ഞാൻ ഇതിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഗ്രഹണപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബോധപരമായിട്ടുള്ള മസ്തിഷ്കപരമായിട്ടുള്ള എന്ത് കാരണങ്ങളാലാണ് നമ്മൾ ഇതേപോലുള്ള സാധനങ്ങൾ വെട്ടി വിഴുങ്ങുന്നത് എന്നുള്ള ചോദ്യം. അത് മനസ്സിലാക്കിയെങ്കിൽ അല്ലെങ്കിൽ അത് അറിയാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഈ ജ്യോതിഷമായാലും എന്തായാലും ശരിക്കും നമുക്കതിനെ അസസ് ചെയ്യാൻ പറ്റുള്ളൂ. ജ്യോതിഷ വിശ്വാസവും മതവിശ്വാസവും കൈനോട്ടത്തിലുള്ള വിശ്വാസവും എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ഒരൊറ്റ ചരക്കാണ്. അതാണ് അടിസ്ഥാനപരമായ കാര്യം. ഈ ചരക്കുകളെല്ലാം വരുന്നത്, ഞാനൊരു കോഗ്നിറ്റീവ് സ്റ്റഡിയാണ് ഫസ്റ്റ് ഹാഫ് ആൻ അവർ ഉദ്ദേശിക്കുന്നത്. അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഒരു മസ്തിഷ്ക അവസ്ഥയാണ്, ഒരു വളരെ സവിശേഷമായിട്ടുള്ള ഒരു മസ്തിഷ്ക അവസ്ഥയാണ്. ഇത് നമ്മളുടെ പരിണാമഘട്ടത്തിൽ നമ്മളെ സഹായിച്ചിരുന്ന, നമ്മളെ അതിജീവനത്തിനെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ചില നിലപാടുകളുടെ, ബൗദ്ധികമായ ചില നിലപാടുകളുടെ മിസ്ഫയറിംഗ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർശ്വഫലം എന്നൊക്കെ പറയാം, മിസ്ഫയറിംഗ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് ഞാൻ 2 കാര്യങ്ങൾ, പാവ്ലോവിൻ്റെ നായയെക്കുറിച്ച് പറയും. പാവ്ലോവ് ഈ നായകളെ ട്രെയിൻ ചെയ്യുന്ന ഒരാളായിരുന്നു, ബിഹേവിയറിസം എന്ന് പറയുന്നത്. അപ്പോൾ നായകളെ ട്രെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും നായക്ക് ആഹാരം കൊടുക്കുന്ന സമയത്ത് നായയുടെ വായിൽ ഇങ്ങനെ വെള്ളം ഊറും, സാലിവേഷൻ ഉണ്ടാകും. അപ്പോൾ എപ്പോൾ ആഹാരം കാണുന്നോ ഈ ഒരു റെസ്പോൺസാണ് ഉണ്ടാകുന്നത്. കുറേ കഴിഞ്ഞിട്ട് പാവ്ലോവ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു മണി അടിച്ചിട്ട് പിന്നെ ആഹാരം കൊടുക്കാൻ തുടങ്ങി. പിന്നെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആഹാരം ഇല്ലെങ്കിൽ ഈ മണി കേൾക്കുമ്പോൾ തന്നെ ഈ നായ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി, അതിൻ്റെ വായിൽ വെള്ളം ഊറാൻ തുടങ്ങി.
അപ്പോൾ ഈ ആഹാരമാണ് യഥാർത്ഥ കാരണമെങ്കിലും ആഹാര കാരണത്താലാണ് വായിൽ വെള്ളം ഊറിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ആഹാരം തന്നെ മാറിയിട്ട് ആഹാരത്തിന് തൊട്ട് മുന്നേ കാണിക്കുന്ന ഈ എന്താ പറയുക, ഈ ബെൽ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നായ സാലിവേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് സൂചിപ്പിക്കുന്നത് എല്ലാ ജീവികളുടെയും, മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളുടെയും മസ്തിഷ്കപരമായിട്ടുള്ള ചില നിലപാടുകൾ അത് ആവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഒന്ന്. രണ്ട്, അത് അനുകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഈ ആവർത്തനത്തിനും അനുകരണത്തിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ച ഒരു കാര്യം മറക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വൈകാരികമായിട്ടുള്ള ജ്ഞാനമാണെങ്കിൽ. വൈകാരികമല്ലെങ്കിൽ പ്രശ്നമില്ലാതെ മറന്നുപോകും, വളരെ ഈസിയാണ്. വൈകാരിക ജ്ഞാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം സ്നേഹിച്ച പെൺകുട്ടിയെ മറക്കുക എളുപ്പമല്ല, നിങ്ങൾ ആദ്യം ദ്രോഹിച്ച പുരുഷനെ മറക്കുകയും എളുപ്പമല്ല. അങ്ങനെയാണല്ലോ നമ്മൾ സംസാരിക്കേണ്ടത്. അത് വൈകാരികമായിട്ടുള്ള ആദ്യം കിട്ടിയ കത്ത്, ഒരു ലവ് ലെറ്റർ ആദ്യം കിട്ടുകയാണെങ്കിൽ അതൊരു പക്ഷേ നിങ്ങളത് അതിൻ്റെ തീയതി പോലും ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും. അതൊക്കെ വൈകാരികമായിട്ടുള്ള ജ്ഞാനങ്ങളാണ്. ഈ വൈകാരികമായ ജ്ഞാനങ്ങൾ പലപ്പോഴും അൺലേൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അൺലേൺ ചെയ്യാന്ന് പറഞ്ഞാൽ പഠിക്കാൻ എളുപ്പമായിരിക്കും, പക്ഷേ അത് കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നിങ്ങളെ പിടിച്ചുകൊണ്ട് വരുത്തിയിട്ട് നിങ്ങളുടെ അച്ഛൻ്റെയൊക്കെ ഒരാൾ ആവശ്യപ്പെട്ടാണ് ഒരു 10 കോടി രൂപ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ അച്ഛൻ 10 കോടിയെങ്കിലും കൊണ്ട് കൊടുത്തേക്കും, രൂപയില്ലെങ്കിലും. പക്ഷേ ഇതേ കണക്ക് നിങ്ങളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടിട്ട് പറയുകയാണ്, ഒരൊറ്റ ഉപാധി നിന്നെ വിട്ടയക്കാം. എന്താണ്? നീ മലയാളം മറക്കണം എന്ന് പറയും. നടക്കുമോ? മലയാളം മറക്കാൻ പറ്റില്ല. 10 കോടി വേണേൽ കൊടുക്കാം, പക്ഷേ മലയാളം മറക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. പ്രാഥമികമായിട്ടുള്ള പല ഡിപ്പോസിറ്റുകളും അങ്ങനെയാണ് അവിടെ കിടക്കുന്നത്. അതിനെ ഡിലീറ്റ് ചെയ്യാനോ ഭേദഗതി ചെയ്യാനോ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, മുസ്ലിം കുടുംബത്തിൽ മുസ്ലിം കുട്ടിയും ഹിന്ദു കുടുംബത്തിൽ ഹിന്ദു കുട്ടിയും ക്രിസ്ത്യൻ കുടുംബത്തിൽ ക്രിസ്ത്യൻ കുട്ടി ഉണ്ടാകും. നിങ്ങളത് ആലോചിച്ച് നോക്കുക. ഇവിടെ ഒരിടത്ത് കാണിക്കുന്നത് ഒരു കട്ട്ലറ്റും മറ്റേത് ഒരു ഇറച്ചിയുടെ ഒരു സവിശേഷമായിട്ട് ഒലത്തിയതോ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് ഇരിക്കുകയാണ് എങ്കിൽ പോലും ഇത് കണ്ട് നിങ്ങളുടെ വായിൽ എന്തെങ്കിലും അസ്വാരസ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആദർശൊക്കെ ഓൾറെഡി തയ്യാറായി കഴിഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നു, ഈ വലത് ഭാഗത്ത് കിടക്കുന്നത് പട്ടിയുടെ മാംസം കൊണ്ടുണ്ടാക്കിയ ഇറച്ചിയും അപ്പുറത്ത് കിടക്കുന്നത് വേറെ പാമ്പിൻ്റെ മാംസം കൊണ്ടുണ്ടാക്കിയ കട്ട്ലറ്റുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വെള്ളം എല്ലാം തന്നെ പോകും. എന്താ കുഴപ്പം? ഈ 2 സാധനങ്ങളും കഴിച്ചുകൊണ്ടാണ് ചൈനക്കാർ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലെത്തിയിരിക്കുന്നത്. അവരിപ്പോൾ ബഹിരാകാശത്തേക്ക് ആളിനെ വിട്ടു. ഇന്ത്യയിൽ അത് ചെയ്യാനായിട്ട് 30 വർഷമെങ്കിലും എടുക്കും കുറഞ്ഞത്. ഇവരെല്ലാ മേഖലകളിലും ഇന്ത്യൻ മാർക്കറ്റ് മുഴുവൻ ചൈനീസ് സാധനങ്ങളാണ്. അപ്പോൾ ആ സാധനത്തിന് കുഴപ്പമില്ല, പക്ഷെ നമുക്കതിനോട് കാണുമ്പോൾ ഒന്ന് ഛർദിലോ വെപ്രാളോ ഒക്കെ ഉണ്ടാവുന്നത്. ഇത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അടിസ്ഥാനപരമായിട്ടൊരു ശീലമായിട്ട് പാമ്പിന്റെ മാംസവും പട്ടിയുടെ മാംസവും നമ്മൾ വെറുക്കുകയാണ്. ഇതൊരു സെറ്റിംഗ് ആണ്. ഈ സെറ്റിംഗ് അനുസരിച്ചാണ് പിന്നീട് കാര്യങ്ങൾ പോകുന്നത്. മറ്റൊന്നുള്ളതാണ് നാച്ചുറൽ സെലക്ഷൻ എന്നുള്ള ഒരു പ്രോസസ്സിന് ന്യൂമറിക്കൽ സെലക്ഷൻ എന്നുള്ളൊരു വാക്ക് തന്നെ അങ്ങനെ ഒരു സാധനം ഇല്ല. ന്യൂമറിക്കൽ സെലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അടിസ്ഥാനപരമായിട്ട് ഒരുപാട് പേര് പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നാനായിട്ടുള്ള അല്ലെങ്കിൽ സ്വീകരിക്കാനായിട്ടുള്ള നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു ശ്രമം. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ റിയാലിറ്റി ഷോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കുറേയധികം പേര് അവസാനം ഈ ഓഡിയൻസ് പോൾ എന്ന് പറയുന്ന സാധനമുണ്ട്. ഉത്തരം അറിയില്ല, അപ്പോൾ ഓഡിയൻസ് പോളിന് വിടുക. 80% പേര് പറയുന്നു ഉത്തരം എ ആണ് ശരിയെങ്കിൽ നിങ്ങൾ ശരി, ഉത്തരം എയിലേക്ക്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത്രയും പേർക്ക് ഒരുമിച്ച് തെറ്റുമോ എന്നുള്ള ചോദ്യം. പിന്നെ മാത്രം ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം ശരിയായിക്കൂടെ എന്നുള്ള ഒരു ധാരണ. ഇതെല്ലാം ഷോർട്ട് കട്ട്സ് ആണ്. ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ സമയം കൊണ്ട് അല്ലെങ്കിൽ ചെറിയ വിഭവങ്ങളുടെ ഉപഭോഗം കൊണ്ട് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാകും. അതാണ് ഷോർട്ട് കട്ട് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. കറക്റ്റ് വഴി പോവാതെ ഇടയ്ക്കൂടെ കയറി പോവുക. അതുകൊണ്ട് മസ്തിഷ്കത്തിന് നമുക്ക് ലാഭമുണ്ട്. നമ്മുടെ കുറച്ച് ഊർജ്ജം മാത്രമേ പോവുള്ളൂ. കാരണം നമ്മൾ ചിന്തിക്കാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, ന്യൂറൽ പ്രോസസ്സിങ് നടക്കണം, ഓക്സിജൻ്റെ ആവശ്യമുണ്ട്, വൈറ്റമിൻസിൻ്റെ ആവശ്യമുണ്ട്, പല ശരീരത്തിലുള്ള പല വിഭവങ്ങളും റിസോഴ്സസും നമുക്ക് ആവശ്യമുണ്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളൊരു കണക്ക് നമ്മുടെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കണക്കിന് ഉത്തരം എഴുതാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കണക്ക് കൂട്ടും. അതിന് ഒരുപാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ പ്രശ്നങ്ങളുണ്ടാവും. അതിന് പറയാൻ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ഒരാളുടെ ആൻസർ നോക്കി എഴുതാണെന്നുണ്ടെങ്കിൽ എത്ര എളുപ്പം. അല്ലെന്നുണ്ടെങ്കിൽ ആ കണക്കിൻ്റെ അല്ലെങ്കിൽ വേറൊരു ചോദ്യം ആയിക്കോട്ടെ, അതിൻ്റെ ഉത്തരം മുഴുവൻ നമ്മൾ കൊണ്ടുവന്നിട്ട് തുണ്ടിനകത്ത് നോക്കി എഴുതാണ്ട് അതിൽ എളുപ്പമാണ്.
കാര്യം ഇവിടെ കിടന്ന് പുകയ്ക്കണ്ടല്ലോ. ഈ പുകയ്ക്കല് ഒരുപാട് നഷ്ടം ഉണ്ടാക്കും. നമ്മുടെ ഒരുപാട് സോഴ്സുകൾ, ഒരുപാട് റിസോഴ്സസുകൾ പോകും. അത് ഉദാഹരണമായിട്ട് കാണുമ്പോൾ നമ്മളിപ്പം ഒരു എനിമി വരികയാണെങ്കിൽ 3 രീതിയുണ്ട്. ഒന്ന് ഓടി ഒളിക്കുക, ഓടുക, മറ്റൊന്ന് ഒളിച്ചിരിക്കുക, മറ്റൊന്ന് നേരിടുക. ഈ 3 ഓപ്ഷൻസ് നോക്കുക. അതിൽ ഏതാ നല്ലതെന്ന് വെച്ചാൽ നമ്മളത് ചെയ്യും. നേരിടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരുപാട് സോഴ്സസ് പോകും, റിസോഴ്സസ് പോകും. അതിന് അവൻ ചിലപ്പോൾ നമ്മളെ കൊല്ലാൻ സാധ്യതയുണ്ട്, നമ്മളത് ശരിക്കും ഫൈറ്റ് ചെയ്യണം. ഇനി മറ്റൊന്ന് ഓടുക എന്നുള്ളതാണ്. ഓടുന്നത് അത്ര എളുപ്പമല്ല, ഇഷ്ടംപോലെ സാധനങ്ങൾ വേണ്ടി വരും അല്ലേ? ഓക്സിജൻ അണയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ? വെള്ളം കുടിച്ച് ലൈക്ക് ദാറ്റ്. ഇനി മറ്റൊന്നാണ് ഒളിച്ചിരിക്കുക. ഒളിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്, എന്നാലും നമ്മുടെ റിസോഴ്സസ് നമ്മൾ ഇവിടെ കീപ്പ് ചെയ്യണം. തലച്ചോറ് പെട്ടെന്ന് തീരുമാനം എടുക്കുന്നത്, നേരിടണമോ, ഓടണമോ, ഒളിച്ചിരിക്കണമോ. മിക്കവാറും നമ്മൾ ഒളിച്ചിരിക്കും. ഒളിച്ചിരുന്നിട്ട് അങ്ങനെ കാണാം, സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഇതൊരു ഷോർട്ട് കട്ടാണ് ശരിക്കും. എപ്പോഴും നമ്മുടെ തലച്ചോറ് പെരുമാറുന്ന രീതിക്കൊരു ഏകദാനതയുണ്ട്, അത് നമുക്ക് കാണാൻ കഴിയും. ഇത് 1859 ചാന്നാർ ലഹള നടന്ന കാലഘട്ടത്തിൽ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ ഈ ആദ്യമായി മറച്ചെത്തിയ 4 ചാന്നാർ യുവതികൾക്കുണ്ടായ അനുഭവം. അവരുടെ സമൂഹത്തിൽ ആദ്യമായിട്ട് അവരത് മറച്ചെത്തിയപ്പോൾ അവരുടെ കൂടെയുള്ള സ്ത്രീകളെല്ലാം കൂടെ കൂട്ടം കൂടി നിന്ന് പറഞ്ഞു, നിങ്ങൾ എന്ത് കാണിക്കുക, എന്താണ് ഇവിടെ എന്തോ ഇത് മാറ്റ് എന്ന് പറഞ്ഞ് കളിയാക്കി. അവർ പറഞ്ഞു, ഇത് ആവശ്യമുള്ള കാര്യമാണ്, മനുഷ്യനായി കഴിഞ്ഞാൽ നാണം മറച്ചു വേണം ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവരെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. അവസാനമായപ്പം ഈ സ്ത്രീകളെല്ലാം കൂടെ അവരെ പറയുന്നത് ഇങ്ങനെ കളിയാക്കുകയാണ്, എന്താണ് ഏതുകൊണ്ടൊക്കെ അവർ നെഞ്ചത്ത് വെച്ച് കെട്ടിക്കൊണ്ട് പോകുന്ന നാണമില്ലേ ഇവർക്ക്, എന്തൊരു മനുഷ്യരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം ആദ്യന്തം ഈ വാദത്തെ പ്രതിരോധിച്ചുകൊണ്ടിരുന്ന ഈ സ്ത്രീകൾ അവസാനം അവർ ഇത് അഴിച്ചു കളഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ കൂടെ കൂടി എന്നാണ് പറയുന്നത്. ഇതാണ് ഈ ന്യൂമറിക്കൽ സെലക്ഷൻ, സംഖ്യാപരമായിട്ടുള്ള തീരുമാനങ്ങൾ. കൂടുതൽ പേര് പിന്തുണയ്ക്കുന്നത്, ചുറ്റുമുള്ളവർ പിന്തുണയ്ക്കുന്നവർ, അവരും ഇവരും പറയുന്നത് പിന്തുടരാനായിട്ടുള്ള ഒരു ത്വര മസ്തിഷ്കത്തിനുണ്ടാവും. ഇതാണ് ഈസി റൂട്ട്. അതാണ്. മറ്റൊന്നാണ് ഷോർട്ട് കട്ട്. പെട്ടെന്നൊരു കാര്യത്തിന് ഷോർട്ട് കട്ട് എടുക്കുക. ഈ ഷോർട്ട് കട്ട് എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. നമ്മൾ എപ്പോഴും ഷോർട്ട് കട്ട് അനുസരിച്ചായിരിക്കും പോകുന്നത്. പെട്ടെന്നൊരു ഇംപ്രഷൻ കിട്ടുക, അതനുസരിച്ച് പോവുക. ഒരു ബുക്ക് നമ്മളെങ്ങനെ, ബുക്ക് എങ്ങനെയുണ്ട്, ബുക്ക് അത് കൊള്ളില്ല അല്ലെ, അത് കൊള്ളാം. നിങ്ങളൊരു പക്ഷേ 2-3 പേജായിരിക്കും വായിച്ചിട്ടുള്ളത്. ഈ 2 പേജിൽ നിന്ന് തന്നെ അതിനെക്കുറിച്ച് മൊത്തത്തിലുള്ള ഒരു ബോധം ഉണ്ടാക്കണമെന്നുള്ള ഒരു നിലപാട് മസ്തിഷ്കത്തിനുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുസ്തകം മുഴുവൻ 500 പേജുണ്ട് വായിച്ചിട്ടൊരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ സമയം വേണം, ഊർജ്ജം വേണം, സമ്പത്ത് വേണം, ഒരുപാട് കാര്യങ്ങൾ വേണം. ഇതെല്ലാം കളഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഉത്തരം. ഇങ്ങനെ ഉത്തരങ്ങൾ നമ്മളെപ്പോഴും റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നോക്കുന്നത്. മസ്തിഷ്കത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സെറ്റപ്പ് അങ്ങനെയാണ്, ഡിഫോൾട്ട് സെറ്റിംഗ് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇമിറ്റേഷൻ ഗുണപ്രദമാണ്. ഒരു കാര്യം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആദ്യമായി കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് അന്വേഷണങ്ങൾ ആവശ്യമാകും. അതേസമയം വേറൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റെസിപ്പി, ഫോർ എക്സാമ്പിൾ ഒരു റെസിപ്പി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ അരി ഇത്ര, മുളക് ഇത്ര, വെള്ളം ഇത്ര, ഉപ്പ് ഇത്ര, 2 കിലോ അല്ലേ, ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് നമുക്കൊരു ഡിഷ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും നമ്മളിങ്ങനെ ചെയ്ത് ഒരുപാട് സമയം വേണ്ടി വരും. അതാണ് ഇമിറ്റേഷൻ്റെ ഒരു ഗുണം. അതാണ് ഇതേ കണക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടലി ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ട്, നമ്മുടെ പൂർവികർക്ക് ഗുണമുണ്ടായിരുന്നു. അതൊരു സ്റ്റാൻസാണ്. മറ്റന്നാൾ ലേസിനെസ്. എല്ലാവരും പറയും അലസത, ഭയങ്കര അലസതയാണ്, എന്തോ പ്രശ്നമുണ്ട്. അലസത ഒരു പ്രശ്നമല്ല, അലസത വളരെ നല്ലതാണ്. ഈ അലസതയാണ് ഒരുപക്ഷെ നമ്മളുടെ ഹോമോസാപ്പിയൻസിനെ ഇവിടം വരെ എത്തിച്ചതിൽ ഒരു ഘടകം അലസതയാണ്. അലസതയിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ റിസോഴ്സസ്, നമ്മളുടെ കായികമായും ബൗദ്ധികമായിട്ടുള്ള റിസോഴ്സസ് ഇൻടാക്റ്റ് ആക്കി, അതായത് അതവിടെ വെക്കുകയാണ്, സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കുകയാണ്. അവിടെ പോയി ഓടിപ്പോയി ഒരു സാധനം എടുക്കണം, നമ്മൾ വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. നമുക്കിങ്ങനെ ഇരിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, നമ്മൾ മറ്റൊരാളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നു. അതാണ് ഒരു ഷോർട്ട് കട്ടാണ്. യെസ്. സോ 3 കാരണങ്ങളുണ്ട് അലസതയുടെ. പ്രധാനമായിട്ട് മാക്സിമം അച്ചീവ്മെന്റ് ഒബ്റ്റൈൻഡ് വിത്ത് മിനിമം എഫേർട്ട്. വളരെ കുറച്ച് പ്രയത്നത്തിലൂടെ ഏറ്റവും നല്ല ഫലം ഉണ്ടാക്കാൻ പറ്റും. അലസതയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. മറ്റേത് പ്ലഷർ ലെവൽ ഈസ് നോട്ട് കോംപ്രമൈസ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു പ്ലഷർ സീക്കിംഗ് ആനിമലാണ്. സുഖം അന്വേഷിക്കുന്ന ഒരു എല്ലാ ജീവികളും അത് തന്നെയാണ്. സുഖം ആണല്ലോ നമ്മളുടെ ഒരു അടിസ്ഥാന ലക്ഷ്യം. നമ്മൾ എന്ത് ഫിലോസഫി പറഞ്ഞാലും അതൊക്കെ തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ ഈ സുഖാവസ്ഥയിൽ ഒരു വിട്ടുവീഴ്ച അവിടെ സംഭവിക്കുന്നില്ല. മറ്റൊന്നുള്ളതാണ് ത്രെട്ട് ലെവൽ ഈസ് മിനിമം. നമ്മളുടെ തലച്ചോറ് അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കം ഈവൻ മൈനറായിട്ടുള്ള വിമർശനങ്ങൾ പോലും നമുക്കെതിരെ ഉയരുന്നത് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളെ എപ്പോഴും പുകഴ്ത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷെ നിങ്ങളെ ആരെങ്കിലും ഒന്ന് ചെറുതായിട്ട് വിമർശിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല. എന്താ കാര്യം? അത് നിങ്ങളുടെ കുഴപ്പമല്ല.
ഏറ്റവും ചെറിയ വിമർശനത്തെ പോലും ഇറ്റ്സ് എ ത്രെറ്റ് ടു ലൈഫ്, ജീവിതത്തിന് നേരെയുള്ള ഒരു ഭീഷണിയായിട്ടാണ് മസ്തിഷ്കം വിലയിരുത്തുന്നത്. അങ്ങനെ ആ ഒരു രീതിയാണ് മസ്തിഷ്കത്തിനുള്ളത്. അതിനിഷ്ടമല്ല, നമ്മളെ ആരോ വെല്ലുവിളിക്കുന്നു, അതാണ് വിമർശനത്തെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ പുകഴ്ത്തൽ, ഏത് രീതിയിലുള്ള പുകഴ്ത്തലായാലും നമുക്കതിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല. മനസ്സിലായല്ലേ? ഇപ്പോൾ ജൂലിയസ് സീസർ എന്ന് പറയുന്ന ഒരു നാടകത്തിൽ ഒരു കവി വന്ന് പറയുന്നുണ്ട്, ജൂലിയസ് സീസറിനെ എനിക്കറിയാം, അദ്ദേഹത്തിന് പ്രശംസ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജൂലിയസ് സീസർ അറിയാതെ അങ്ങ് പൊങ്ങിപ്പോയി, പ്രശംസ ഇഷ്ടമല്ലാത്ത ആൾ എന്നായി. അപ്പം അടിസ്ഥാനപരമായ ഈ പ്രശംസ അല്ലെങ്കിൽ ഫ്ലാറ്ററിങ് ഡിഫെൻഡ് ചെയ്യാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും സാധിക്കില്ല. ആരെങ്കിലും നിങ്ങളെ പ്രശംസിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് നടിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ മാറിയിരുന്ന് കോരിത്തരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ പോയിരുന്ന് ആലോചിക്കും. ദർ ഇസ് നോ മീനിങ് ഡിഫൻസ് അഗെയിൻസ്റ്റ് ഫ്ലാറ്ററി ആൻഡ് പ്രൈസിങ്. ഇനി മറ്റൊന്നുള്ളതാണ് ഹാർഡ്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് ഹൈപ്പർ ഏജൻസി ഡിറ്റക്റ്റീവ് ഡിവൈസ്. നമ്മൾ കാണുന്ന, നമുക്ക് കിട്ടിക്കുന്ന ഡേറ്റകളിലെല്ലാം ഒരു ഏജന്റിനെ, ഒരു മനുഷ്യനെ, ഒരു കാരണത്തെ ആരോപിക്കാനായിട്ടുള്ള മസ്തിഷ്കത്തിന്റെ വാസന. ഇപ്പോൾ കടലിൽ പോകുന്നു, നിങ്ങൾ ഈ ചെമ്മീൻ എന്നുള്ള സിനിമയിൽ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. കടലിൽ പോകുന്ന നായകൻ കൊല്ലപ്പെടുന്നു. അപ്പോൾ ഉടനെ കരയിലുള്ളവർ പറയുന്നു ഭാര്യ പിഴച്ചു പോയതുകൊണ്ടാണ് അയാൾ മരിക്കുന്നത്. അപ്പോൾ ഭാര്യയെ കൊല്ലുന്നത് എന്താണ്? കടലിനെ ഒരു അമ്മയായിട്ട് മാറ്റുന്നു. കടലമ്മ. ഓരോന്നിനും ഒരു പേഴ്സോണിഫിക്കേഷൻ കൊടുക്കുക. ഒരു പർവ്വതത്തിനെ മുത്തച്ഛൻ എന്ന് വിളിക്കുന്നു, എളുപ്പമാണ്. ഓരോന്നിനും ഓരോ രൂപം കൊടുക്കുന്നു, ഓരോ ആകൃതി കൊടുക്കുന്നു, സത്തകൾ കൊടുക്കുന്നു. ഇപ്പൊ കടലിൽ പോകുന്ന അയാൾ മരിക്കാൻ പല കാരണങ്ങളും ഉണ്ടാവാം. ഉദാഹരണമായിട്ട് ചിലപ്പം തോണി മറിഞ്ഞ് മരിക്കാം, കൊടുങ്കാറ്റടിച്ച് മരിക്കാം, ഒരു സ്രാവ് വന്ന് ഇയാളെ തിന്നാം, അല്ലെ വല്ല ഇറ്റാലിയൻ നാവിഗേറ്റർ വെടിവെച്ചു കൊല്ലാം. പല കാരണങ്ങളാൽ ഇയാൾ മരിക്കാം. പക്ഷെ നമ്മൾ പറയുന്ന കഥ എന്താണ്? ഇയാളുടെ ഭാര്യ പിഴച്ചത് കൊണ്ടാണ് എന്നതാണ്. ഈ കഥ വെച്ചാണ് സ്ത്രീകളെ ശരിക്കും എറിഞ്ഞു വീഴ്ത്തുന്നത്. സ്ത്രീകള് ശരിക്കും ഇത് മനസ്സിലാക്കുന്നില്ല. അവർ വിചാരിക്കുന്നു, എൻ്റെ ജീവിതത്തിലെ ശുദ്ധിയാണ് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ നിലനിർത്തുന്നത്, അപ്പം ഞാൻ ആരാ സംഭവം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇത്തരത്തിലുള്ള ചിന്തകൾ അവരിലേക്ക് കടത്തിവിട്ടുകൊണ്ട് നൂറ്റാണ്ടുകളോളം ഒരു ജനതയെ എങ്ങനെ കെണിയിൽപ്പെടുത്താമെന്നുള്ളതാണ് ഈ കഥകൾ എല്ലാം. മതം എന്നൊക്കെ പറയുന്നത് മൊത്തം കഥകളാണ്. കഥകളിൽ നിന്നാണ് അരുതുകളും അരുതായ്മകളും ഒക്കെ ഉണ്ടാകുന്നത്. ഇനി മറ്റൊന്ന്, അന്ധവിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ മിനിമലി കൗണ്ടർ ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള സാധനമായിരിക്കും. എന്താണ് ഈ മിനിമലി കൗണ്ടർ ഇൻഡ്യൂറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻഡ്യൂഷൻ എന്നുള്ള വാക്കിന് ഇവിടെ കോമൺ സെൻസ് എന്നുള്ള അർത്ഥമാണ്. നമ്മൾ സാധാരണയിലുള്ള ഇൻഡ്യൂഷൻ അല്ല എടുക്കുക. അതായത് വെറും അംഗത്തരം പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, വെറും പൊട്ടത്തരം പറയാം, വിശ്വസിക്കില്ല. പക്ഷെ ആ പൊട്ടത്തരത്തിൽ ഒരു അല്പം ചേരുവയും അല്പം മസാലയൊക്കെ ചേർത്ത് ഒരു ഈഫി ആയിട്ടുള്ള സാധനം, ഈഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ ആളുകൾ ആശ്ചര്യമാണല്ലോ, അതിനകത്ത് എന്തോ ഉണ്ട്, അല്ല പിന്നെ ഇങ്ങനെ വരുന്നത്. എല്ലാ അന്ധവിശ്വാസങ്ങളും നോക്കേ, അത് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടത്തരമാണ്, ആരും വിശ്വസിക്കത്തില്ല പെട്ടെന്ന് തന്നെ. പക്ഷെ അതിനകത്തൊരു കുറച്ചെന്തെങ്കിലും സാധനം ഉണ്ടാവും. അതിനാണ് മിനിമലി കൗണ്ടർ ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ളത്. എല്ലാ അന്ധവിശ്വാസങ്ങളും അടിസ്ഥാനപരമായിട്ട് മിനിമലി കൗണ്ടർ ഇൻഡ്യൂറ്റീവ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൊട്ടത്തരമല്ല, പക്ഷേ അത് പൊട്ടത്തരമാണ്, പക്ഷെ അത് പെട്ടെന്ന് അങ്ങനെ വെളിവായി വരില്ല. അതുപോലെ അതാ ഞാൻ പറയുന്നത്, യു ക്യാൻ നോ അതേഴ്സ് മൈൻഡ്. മറ്റുള്ളവരെ മനസ്സ് വായിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ കുറേയധികം വായിക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ വിനയം അഭിനയിക്കുന്നത്. വിനയം എന്ന് പറയുന്ന സാധനം വരുന്നത് എങ്ങനെയാണ്? വിനയം ഉള്ളവരായിട്ട് ആരും ഇവിടെ ഇല്ല. വിനയം എന്ന് പറയുന്നത് നമ്മൾ എടുത്തണിയുന്ന ഒരു കോട്ടാണ്, അത് നമുക്ക് ഗുണകരമാണ്. ഹലോ സർ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ അങ്ങോട്ട് നല്ല കയറ്റമായിരിക്കും. അല്ലെങ്കിൽ എന്താടാ അവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ഇത് വെച്ചുകൊണ്ട് നമ്മൾ സോഷ്യലി നമ്മൾ സ്വയം ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കും. നമ്മുടെ പാറ്റേൺസ് എല്ലാം നോക്കുക. നമുക്ക് എന്തെങ്കിലും ഗുണകരമാണെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. അഡ്വാൻറ്റേജ്. ഇനി we're going to move a bullet from this side of the stage to that side of the stage, and another bullet from that side of the stage to this side of the stage without crossing that line. Just step right up here with Teller. What's your name, please, sir? Brett. Brett. Mike and Brett. Now, Mike, you've been examining that bullet a little bit. Examine a little bit more, would you please? Does it seem okay to you? You know a little bit about guns, about bullets? Okay, check it out. You know anything about guns, Brett? No. But Mike knows about them here. We're going to have you sign these bullets. So, Mike, we're going to have you pick one of these markers, and Brett, pick one of those, blue, green, or black. Which you're picking blue, is that right, Mike? What color are you picking, Brett? Green. Green. And yours was a smiley face.
And that's right there. I want you to watch these bullets very, very carefully. I'll take the marker back, put the cap back on the marker, please, Brett. And watch these bullets. We will not cross the line. Now, there's no way that these bullets could penetrate this glass without breaking it. We are going to move the bullet signed on the tip with the initials and the picture drawn by Mike to Teller's side of the stage, and the bullet signed with initials by Brett and with the smiley face on the shell to this side of the stage. And we're going to do it using these magic wands. These are 357 Magnum Colt Python magic wands. I'm going to open the chamber here with one hand. Keep your eye on the bullet. Is there anybody here that knows anything about guns right near the front? Anybody around here that can tell a bullet? You know a little bit about them? You can see that that is a real chamber, real gun. We've added the laser sight, which is a little odd, but that's it. You handed it out there. Now, Brett, please stay standing there. Mike, stay right here. And keep your eye on these bullets because, Brett, Mike, they get your name on them. Mike, your bullet loaded into this gun. And Brett, your bullet loaded into this gun. Ladies and gentlemen, Penn & Teller's magic bullet. It's going to get pretty loud in here. That's Ken, our stage manager. When he says ears or watch your ears, please put your fingers in your ears. It's very loud in this small space, believe me. Cameras, walk away. Watch your ears, please. So I'm talking about experiences. There could be some chances of having false experiences. ഒരു ശരിയായ അനുഭവത്തെ തെറ്റായ അനുഭവത്തിൽ നിന്ന് മാറ്റി നിർത്തുക അത്ര എളുപ്പമല്ല. പലരും ഇപ്പോൾ സായിബാബ തൊട്ട് ജ്യോതിഷം തൊട്ട് മതവിശ്വാസം, ഞാൻ പറഞ്ഞ ഇതെല്ലാം ഒറ്റ സാധനമാണ്. ഇതിനൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല. ഇത് തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഒരു മതവിശ്വാസമോ ഒരു ബ്രഹ്മവിശ്വാസമോ അല്ലെങ്കിൽ ഒരു ആൾദൈവ വിശ്വാസമോ ജ്യോതിഷമോ അല്ലെങ്കിൽ കൈനോട്ടമോ ഇതെല്ലാം ഒറ്റ സാധനമാണ്. ഇതൊക്കെ പലതാണെന്ന് തോന്നുകയാണ്. രൂപവും നാമവും മാത്രമേ വ്യത്യാസമുള്ളൂ. സംഗതിയെല്ലാം ഒന്ന് തന്നെയാണ്. കാര്യം വെച്ചാൽ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ തയ്യാറി ചെയ്യുന്നത് നിങ്ങളുടെ ഒരേ മസ്തിഷ്ക നിലപാടാണ്. ഈ അനുഭവങ്ങൾ നമ്മൾക്ക് തെറ്റായ അനുഭവങ്ങൾ നൽകിയാണ് എല്ലായ്പ്പോഴും മാജിക് പ്രവർത്തിക്കുന്നത്. മജീഷ്യൻ നമുക്കൊരു ഉദാഹരണം വരുന്നു, നമ്മൾ ശരിക്കും അനുഭവിക്കുന്നത്. ഇപ്പോൾ ഈ വെടി ഒരു വെക്ക് നമ്മൾ കണ്ടു, പക്ഷെ അവർ വെടിവെച്ചിട്ടില്ല.
എല്ലാ മാജിക്കിലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കണം, നമ്മളെ ഫൂൾ ചെയ്യുകയാണ് ചെയ്യുന്നത് എല്ലാ മാജിക്കിലും. പക്ഷെ മാജിക്കിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫൂൾ ചെയ്യുന്നു എന്ന് അവർ മുൻകൂട്ടി പറയുകയും സമ്മതിക്കുകയും ചെയ്യും. പക്ഷെ മതത്തിലോ അന്ധവിശ്വാസങ്ങളിലോ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്കൊരു തെറ്റായ അനുഭവം തന്നിട്ട് അത് തെറ്റാണ് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ അത് മാജിക് ആകും. അത് തെറ്റാണ് എന്ന് നിങ്ങളോട് പറയാതിരുന്നു കഴിഞ്ഞാൽ അത് മതമായി മാറും എന്നുള്ളതാണ്. നമ്മുടെ അനുഭവങ്ങൾ പലപ്പോഴും നമ്മൾ ശരിയായി വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഭൂമി പരന്നാണെന്ന് നമുക്ക് തോന്നും. പരന്നാണോ? ഇല്ല. സൂര്യൻ ഉദിക്കുന്നതായിട്ട് തോന്നും. ഉദിക്കുന്നുണ്ടോ? ഇല്ല. ആകാശം നീലയാണെന്ന് തോന്നും. ആകാശമുണ്ടോ? നീലയുണ്ടോ? ഒന്നുമില്ല. നമുക്കറിയാം, നമുക്ക് ഒരുപാട് തെറ്റായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. ശാസ്ത്രബുദ്ധിയാ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഒരു അനുഭവത്തെ നമ്മൾ ഫോൾസിഫൈ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അത് തെറ്റോ ശരിയോ എന്ന് വിലയിരുത്തണം. അത് ശാസ്ത്രത്തിന് സാധിക്കും, പക്ഷെ ഒരു സാധാരണക്കാരന് സാധിക്കില്ല. അവൻ പെട്ടെന്ന് ഒരു അന്ധവിശ്വാസത്തിലേക്ക് വഴുതി വീഴും. എനിക്കുണ്ടായ അനുഭവമാണ്. ആകെ ചെയ്യേണ്ടതാണ്. പലപ്പോഴും പിന്നെ അനുഭവങ്ങളുടെ കാരണങ്ങൾ, അനുഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ടായിരിക്കാം, അതിന്റെ കാരണം അറിയില്ലെങ്കിൽ ഒരു തെറ്റായ, ഉദാഹരണത്തിന് വയറുവേദന ഉണ്ടായി. വയറുവേദന ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് വയറുവേദന ഉണ്ടായി എന്നുള്ളതിന് 100 കണക്കിന് കഥകൾ. ഇപ്പൊ ബുംബു എന്ന് പറയുന്ന ഒരു പിശാച് ഇന്നലെ നിങ്ങൾ കോട്ടുവായിട്ടുകൊണ്ട് ഉറങ്ങി, അല്ലെങ്കിൽ ഒരു ഉറക്കത്തിൽ ഒരുപാട് കോട്ടുവായിട്ടുണ്ട്, ബുംബു നിങ്ങളുടെ വയറ്റിലേക്ക് കയറി, ബുംബു ഇരുന്ന് യുദ്ധകാഹളം മുഴക്കുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് വയറുവേദന എന്നൊരു കഥ നിങ്ങളുടെ ഒരു പുസ്തകത്തിലുണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾ അതിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അനുഭവം ശരിയാണ്, പക്ഷെ നിങ്ങൾ കണ്ടെത്തുന്ന കാരണം തെറ്റാണ്. ഇത് സാധാരണക്കാരൻ നമ്മുടെ തലച്ചോറ് തന്നെ ചെയ്യുന്ന സാധനമാണ്. നമ്മുടെ ഈ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഈ അന്ധവിശ്വാസികൾ എന്ന് പറയുന്ന ഒരു മണ്ടരായിട്ടല്ല, അവർ മണ്ടരല്ല, മറിച്ച് ദേ ആർ സ്ലിപ്പിംഗ് ഇൻ ടു എ ഡിഫറെന്റ് മോഡ്. ഒരു വേറൊരു മോഡിലേക്ക് ആദ്യം തന്നെ വീഴുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആഫ്രിക്കയിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. മലപ്പുറത്തുള്ള ഒരു ശരാശരി മുസ്ലിമിനോ ഒരു ശരാശരി ഹിന്ദുവിനോ ആഫ്രിക്കൻ വിശ്വാസങ്ങളങ്ങ് ഒന്നുമില്ല. അവരതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല, അന്തസ്സായിട്ട് ജീവിക്കുന്നു. ഇനി അന്ധവിശ്വാസങ്ങളുടെ മറ്റൊരു അടിസ്ഥാനപരമായിട്ടൊരു പോഷണമാണ് ഈ ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചേഴ്സ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പെട്ടെന്നൊരു വിലയിരുത്തൽ ഉണ്ടാക്കുക. അതായത് ഒരു കാര്യം പൂർണ്ണമായി പഠിക്കാതെ, പൂർണ്ണമായി അന്വേഷിക്കാതെ, അതിൻ്റെ ഉപരിതല സ്പർശിയായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു നിഗമനത്തിലെത്തുക. അത് നമുക്ക് എളുപ്പമാണ്. ജഡ്ജിങ് എ ബുക്ക് വെയ്റ്റ്സ് കവർ എന്ന് പറയും. ഒരു കവർ കണ്ടിട്ട് ബുക്ക് കൊള്ളത്തില്ല. അല്ല, ഒരാൾ നിങ്ങളോട് സംസാരിക്കണം വളരെ വിനയപൂർവ്വമായിട്ട്, ഹലോ എന്ത് വേണം? അപ്പോൾ നമ്മൾ ഉടനെ പറയുമോ അയാൾ ഭയങ്കര വിനയമുള്ള ആളാണ്. ഇങ്ങനെയാണ് നിങ്ങളെ ആളുകൾ കളിപ്പിക്കുന്നത്. അതാണ് നമ്മളെപ്പോഴും വി ആർ ബീങ് കോൺസ്റ്റന്റ്ലി ഫൂൾഡ് ഇൻ അവർ ലൈഫ്, കൺസിസ്റ്റന്റ്ലി ആൻഡ് കോൺസ്റ്റന്റ്ലി ബീങ് ഫൂൾഡ്. കാരണം ആളുകളിലെ ഈ ഞാൻ പറഞ്ഞ വിനയം എന്ന് പറയുന്നത് നമ്മളുടെ യഥാർത്ഥ സഹജമായ ഒരു സ്വഭാവമേ അല്ല. നിങ്ങളോട് ആരെങ്കിലും വിനയം കാണിക്കുന്നെങ്കിൽ അതൊരു ഒരു എന്താ പറയുക, പുട്ടോൺ സാധനമാണ്. ഈ പുട്ടോൺ സാധനം കൊണ്ട് അവന് പ്രയോജനം ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ്റെ ജീവിതത്തിലുടനീളം ഇങ്ങനെ നിന്നതുകൊണ്ട് അവൻ ഒരുപാട് കയറ്റം ഉണ്ടായിട്ടുണ്ട്, അവൻ ഒരുപാട് സംഘർഷം ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു ടൂളാണ്. മസ്തിഷ്കം എപ്പോഴും റിപ്പീറ്റ് ചെയ്യും. ഒരിക്കൽ നിങ്ങൾ വിനയവാനായി കഴിഞ്ഞാൽ വിനയം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ എക്സ്ട്രീം കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളെന്ന് പോകാമെങ്കിൽ നിങ്ങളുടെ തനിക്കുണമാണ് ശരിക്കും ഇല്ലേ ഈ ശുദ്ധബോധം എന്നൊക്കെ പറയുന്നോണം. ആ തനിക്കുണം പുറത്തു വരും. മറിച്ച് മറ്റ് കണ്ടീഷൻസ് ഒക്കെ മാറ്റാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിനയം എല്ലാം മാറിയിട്ട് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. അപ്പം ഇതാണ് ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചേഴ്സ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗാലനെ പോലുള്ളവരൊക്കെ പറഞ്ഞൊരു സാധനമാണ്. അതായത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും ദൈവം അതിൻ്റെ ഒരു സത്തയെ സംബന്ധിച്ചുള്ള ഒരു അടയാളം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം പാമ്പിൻ്റെ തല കണക്കിരിക്കുന്ന ഒരു ഔഷധം അരച്ച് കലക്കി കുടിക്കാന്നുണ്ടെങ്കിൽ പാമ്പിന് വിഷത്തിന് പ്രതിവിധിയാകും. അപ്പം അവർ ചോദിക്കുക എന്താണ്, ആ ഔഷധത്തിന്, ആ കിഴങ്ങിന് പാമ്പിൻ്റെ തല കണക്കാണ് ഇരിക്കുന്നത്, അത് പാമ്പിന് വിഷത്തിന് പ്രതിവിധി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവം അതിന് ആ ആകൃതി കൊടുത്തത്? നല്ല ചോദ്യമാണ്. ഒരു ഫാൾസ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നൊരു ഫാൾസ് ഉത്തരം ഉണ്ടാക്കിയിട്ട് അതൊരു സൂപ്പർസ്റ്റിഷനായിട്ട് മാറാണ്. ഇത് തന്നെയാണ് കാണ്ടാമൃഗത്തിന്റെ കൊമ്പ്. പല ഗോത്രങ്ങളിലും കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് ലൈംഗിക ഉത്തേജക ഔഷധങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് അത് അരച്ച് കലക്കി കുടിക്കും ആളുകൾ. കാര്യം വെച്ച് കഴിഞ്ഞാൽ കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് ഇങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ പരിഹരിക്കുമെന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ ശരിയാണ്, ഇതാണ് ഇങ്ങനെ നിൽക്കുന്ന സാധനം. അപ്പോൾ ഇത് കലക്കി കുടിച്ചാൽ മതി. സ്വർണം കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നിറം വരും അല്ലെ? കൊച്ചുകുട്ടികളുടെയൊക്കെ സ്വർണം, ഒരല്പം സ്വർണം കൂടിപ്പോയി കഴിഞ്ഞാൽ അത് വിഷാംശമായി മാറിയാണ്, ശകലമായതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊക്കെ നല്ല കിടിലൻ അന്ധവിശ്വാസങ്ങളാണ്. ഇത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഈ ഷോർട്ട് കട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു നിലപാടിൽ നിന്നാണ് വരുന്നത്. ഒരു കോഗ്നിറ്റീവ് സ്റ്റാൻഡാണ് ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചേഴ്സ്. അതുപോലെ തന്നെ ഈ വെജിറ്റേറിയൻസിന് പറയുന്നുണ്ട്. വെജിറ്റേറിയൻസ് ആയി കഴിഞ്ഞാൽ ആളുകൾ വളരെ ശാന്തരായിരിക്കും. പശു ശാന്തിയല്ലേ, ശാന്തിയാണ് പശു. അപ്പോൾ അതൊക്കെ കഴിക്കുന്ന ആൾക്കാർ വെജിറ്റേറിയൻസ് മാത്രം ഒരു നല്ല സ്വഭാവമായിരിക്കും. നമ്മളങ്ങനെ ഒരു പെട്ടെന്നൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കും. ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചേഴ്സ് ആണത്. നിങ്ങൾ പോത്തിനെയൊക്കെ കഴിക്കുന്ന പോത്തിൻ്റെ സ്വഭാവമായി മാറിക്കഴിഞ്ഞാൽ എന്താ അവൻ്റെ ഒരു കാളയാണവൻ എന്നൊക്കെ പറയാറുണ്ട്.
അല്ലെ? കാളയുടെ ഇറച്ചി കഴിഞ്ഞാൽ കാളയാകുമെങ്കിൽ മനുഷ്യത്വം ഉണ്ടാവാനായിട്ട് ഏതിറച്ചി കഴിക്കണം? അതേ കണക്കാണ് ഈ വില്ലന്മാരും നായകന്മാരും ഒക്കെ ഇതേ കണക്കാണ്. വില്ലന്മാരെല്ലാം നല്ലവരാണ്, വില്ലന്മാരെല്ലാം ഹീറോയിക് ക്വാളിറ്റി. ഒരു പക്ഷേ ലോകത്തെ ഒന്നാന്തരം ഇന്റർനാഷണൽ ഊച്ചാളിയായിരിക്കും, പക്ഷെ അവൻ അഭിനയിക്കുമ്പോൾ 10 പേരെ അടിച്ചിടുന്നു. ഈ അടുത്തിടെ ഒരു കൊല്ലം തുളസി എന്ന് പറയുന്ന ഒരു നടന്റെ അടുത്തിരുന്ന് സംസാരിക്കാൻ, ഒരു ചർച്ചയിൽ സംസാരിക്കാൻ തനിക്ക് ഭയമാണ് എന്ന് കെഞ്ചി വിലപിച്ച ഒരു സീരിയൽ നടിയെ ഞാൻ കണ്ടു. കൊല്ലം തുളസി മിക്കവാറും സിനിമയിലെല്ലാം വില്ലൻ വേഷവും റേപ്പ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അദ്ദേഹം ചെയ്തത്. അങ്ങനെ ഒരു ശുദ്ധ പാവമാണ്. പക്ഷേ ഇതൊക്കെ ശരിക്കും റിയൽ ലൈഫിൽ ചെയ്യുന്നവൻ നായകനായിട്ട് വേറെ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഇംപ്രഷൻ എന്താണ്? ഈ ഒരു സാധനം നമ്മുടെ തലച്ചോറിന്റെ ഒരു കോഗ്നിറ്റീവ് സെറ്റിംഗ് ആണ്. അതായത് വിനയം കാണിക്കുന്നവൻ വിനയവാൻ, അങ്ങനെ ഇരിക്കുന്നവൻ അങ്ങനെ. വെജിറ്റേറിയൻ, ഇത് ഞാൻ നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാ ടൂളിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കാം, ഒരു ടെമ്പോയിലേക്ക്. ഇനി മറ്റൊന്ന് നോക്കുക, ഈ സത്താബോധം എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ സത്താബോധം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ്. ഒരു സാധനത്തെ സംബന്ധിച്ച് നമുക്കൊരു ഇംപ്രഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് മാറ്റിമറിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. തെസ്യൂസിന്റെ കപ്പൽ എന്ന് പറയുന്ന ഒരു വലിയ പ്രശസ്തമായിട്ടുള്ള ഒരു കഥയുണ്ട്, ഒരു മിത്താണത്. തെസ്യൂസ് എന്ന് പറയുന്ന ആൾ ഒരു മരക്കപ്പൽ ഉണ്ടാക്കി. ഈ മരക്കപ്പൽ കാലാന്തരത്തിൽ ഇതിന്റെ ഓരോരോ ഭാഗങ്ങൾ ജീർണിച്ച് മാറുന്ന പലകളെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് തൊട്ടടുത്ത് വേറെ ഒരു കപ്പൽ പണിയുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ തെസ്യൂസിന്റെ കപ്പലിൽ ആദ്യം ഉപയോഗിച്ച തടിയുടെ ഒരംശം പോലും ബാക്കിയില്ലാതായി, എല്ലാം പുതിയ തടി. ആ കപ്പൽ മെയിൻറ്റെയിൻ ചെയ്തു, പക്ഷെ ആദ്യം ഉപയോഗിച്ച ഒരു തടിയുടെ ഒരു അംശം പോലും ഇല്ല. അപ്പോഴും ആളുകൾ അതിനെ തെസ്യൂസിന്റെ കപ്പൽ എന്നാണ് വിളിക്കുന്നത്. തൊട്ടടുത്ത് തെസ്യൂസിന്റെ കപ്പലിൽ നിന്ന് മാറ്റിയ പഴയ പലകകൾ വെച്ച് മാത്രം വേറൊരു കപ്പൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് അത് മാത്രമേ ഉള്ളൂ, പക്ഷെ അതിനെ ആരും തെസ്യൂസിന്റെ കപ്പൽ എന്ന് വിളിക്കുന്നുമില്ല. ഇങ്ങനെയാണ് നമ്മുടെ മസ്തിഷ്കം പ്രവർത്തിക്കുന്നത്. അതായത് ഈ തെസ്യൂസിന്റെ കപ്പലായിട്ടുള്ള ഈ സാധനത്തിൽ ആദ്യം ഉപയോഗിച്ചതിന്റെ 1% പോലും തടിയില്ലായിട്ടും നമ്മളുടെ സെറ്റിംഗ് അവിടെ മാറുന്നില്ല. നമ്മൾ ആലോചിക്കുക, നമ്മൾ എന്തിൻ്റെ എല്ലാം തടവറയിലാണ് എന്ന് ആലോചിച്ചു നോക്കുക. മനസ്സിലായി? ചില സ്ഥലങ്ങളോട്, ഇപ്പോൾ ബിൻ ലാദന്റെ ശവശരീരം കടലിൽ ഒഴുക്കിയെന്ന് അമേരിക്ക പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ്. ഒരു സ്ഥലത്തോട്, ഒരു വസ്തുവിനോട്, ഒരു സംഭവത്തോട്, ഒരു വ്യക്തിയോട് ഒക്കെ നിങ്ങൾക്കൊരു ഇഷ്ടമോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് മാറാൻ വലിയ ആഘാതങ്ങൾ വേണ്ടി വരും. അല്ലെ അയാളെ നിങ്ങളെ ചതിക്കണം. ചിലൊക്കെ പറയുന്നുണ്ട് ഈ ആൾദൈവ വിശ്വാസം എന്നൊക്കെ പറയുന്നത്, നമ്മൾ അത് അവരുടെ ഒരു കുഴപ്പമല്ല, അവരുടെ തലച്ചോറിന്റെ ഒരു വിഷയമാണ്. അവർക്ക് എങ്ങനെയായാലും വിശ്വാസ സംരക്ഷണ പ്രവർത്തനം നടന്നു. എൻ്റെ ചക്കര ആൾദൈവം ഇതൊന്നും അദ്ദേഹത്തിന് വരരുതേ, അദ്ദേഹം ഇതൊന്നും ചെയ്തിട്ടുണ്ടാവരുതേ എന്നിങ്ങനെ അദമ്യമായി അഗാധമായി ആഗ്രഹിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും. നമുക്ക് അങ്ങനെ വൈകാര്യമാണ്. അങ്ങനൊന്നും, എന്നാലും അമ്മ ആയിരിക്കില്ല അതൊന്നും ചെയ്തത്, അമ്മ അങ്ങനൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, വേറെ ആയിരിക്കും, മറ്റേ ആളായിരിക്കും, എന്നാലും അമ്മയായില്ല. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക. ദാറ്റ് ഈസ് ഹൗ അവർ ബ്രെയിൻ വർക്ക്സ്. ദെൻ മറ്റൊന്ന് പാറ്റേൺ സീക്കിങ്. എപ്പോഴും വ്യക്തമല്ലാത്ത കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഉടനെ നമ്മൾ അതിനകത്ത് ഒരു പാറ്റേൺ ഉണ്ടാക്കിയിടും, അല്ലേ? അത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ബ്രെയിന്, പാറ്റേൺസ് ഉണ്ടാക്കിയിട്ടിട്ട് അത് ആരോപിക്കുക എന്ന് പറയും. അങ്ങനെയാണ് ഈ വേരിലൊക്കെ ഗണപതിയൊക്കെ. ഞങ്ങളുടെ നാട്ടിലെ എഴുകോൺ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് രാവിലെ തൊട്ടടുത്തൊരു ആലുണ്ട്, ആലിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരുത്തം നോക്കിയപ്പോൾ കാണാം ഒരു വേരിങ്ങനെ വളർന്ന് ഇറങ്ങുന്നു. അവൻ അടുത്തിരിക്കുന്ന ഓട്ടോ ഡ്രൈവറെ വിളിച്ചു വെച്ചിട്ടാ നോക്കേ, ആ വേരിൽ നോക്കേ, എന്താ വേരിലെന്താ കുഴപ്പം? അത് പുള്ളിയല്ലേ. ഏത് പുള്ളി? നമ്മുടെ പുള്ളി. ആരാ? ഗണപതി. നോക്കുമോ ഇങ്ങനെ ഇരിക്കുന്നത് തുമ്പിക്കൈ പോലെയൊക്കെ ഇറങ്ങി, കണ്ണു പോലെയൊക്കെ ഇരിക്കും എല്ലാവരും. ശരിയാണല്ലോ, നീ ഇപ്പൊ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത്. അടുത്ത സദാശിവനെ വിളിച്ചു, തങ്കപ്പനെ വിളിച്ചു, രാമനെ വിളിച്ചു, മറ്റവനെ വിളിച്ചു, മറിച്ചവനെ വിളിച്ചു, മറ്റേ വേറെ ഉള്ള ആളിനെ മുഹമ്മദ് ഷഫീറിനെ. ഷഫീർ പറഞ്ഞാൽ ശരിയാണ്, ഞാനും കണ്ടിട്ടുള്ള ആൾ ഇങ്ങനെ ഇരിക്കുകയാണ്. വൈകുന്നേരം നോട്ടീസ് അടിയായി, മറയലായി, എല്ലാം എവിടെ ഒരാൾ കണ്ടു കഴിഞ്ഞാലും അപ്പോഴേ എവിടെ കൊണ്ട് ഒരു സാധനം ചുറ്റിയിട്ട് പിറ്റേന്ന് പാട്ടും കൂത്തും രസീത് ചുറ്റുകയാണല്ലോ, ഇപ്പൊ ഒരു രീതിയാണല്ലോ. 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വലിയൊരു അമ്പലം ഉണ്ടായിരുന്നു. അമ്പലം റോഡിലാണ്, ഭയങ്കര ഉത്സവം, 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം. പെട്ടെന്നാണ് 10 ദിവസം ഉള്ള ഉത്സവം വരുന്നത്. അങ്ങനെ ഉത്സവമായി. ആ പാറ്റേൺ കണ്ടെത്താണ്. നമ്മുടെ കയ്യിലുള്ള ഗണപതിയുടെ പാറ്റേൺ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഗണപതി വരച്ചു വെച്ച കലണ്ടറിൽ നിന്നും രൂപങ്ങളിൽ നിന്നാണ് ആ സാധനം എടുക്കുന്നത്. ഇത് നമ്മൾ ആ വേരിൽ കണ്ടെത്താൻ എളുപ്പമാണ്. കുറെ കഴിയുമ്പോൾ വേരിന് ഈ ബോധം ഇല്ലാത്തതുകൊണ്ട് വേര് ഗണപതി വളർന്ന് പിന്നെ കാളിയിലേക്കും, കാളി വളർന്ന് വേറെ പല രൂപങ്ങളിലേക്കും അങ്ങ് പോയി. വേരിങ്ങനെ വളർന്നങ്ങ് പോവില്ലേ. അങ്ങനെ വന്നപ്പോൾ ആ പാറ്റേൺ സീക്കിങ് അവിടെ വെച്ച് തടസ്സപ്പെട്ടു. നിങ്ങൾക്ക് ഏതൊരു അന്ധവിശ്വാസം, നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു ഡിപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വിൻഡോസ് 98 ആണ് നിങ്ങളുള്ളതെങ്കിൽ എപ്പോഴും നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ വിൻഡോസ് 98 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് വരിക. വിശ്വാസപരമായിട്ട് അത് എല്ലാത്തരം വിശ്വാസത്തിലും നമുക്കൊരു പ്രത്യേക ഒരു പർട്ടിക്കുലർ സാധനം നമുക്കുണ്ട്. ആ സാധനത്തിന്റെ കമ്പാറ്റിബിലിറ്റി
അല്ലെങ്കിൽ അതിന്റെ പൊരുത്തം തിരയിലാണ് മസ്തിഷ്കം നടക്കുന്നത്. അതാണോ 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 എന്നാണ് ചോദിക്കുന്നത്. ഒരു പുതിയൊരു കാര്യമല്ല നമ്മൾ നോക്കുന്നത്, അതിന്റെ അസസ്മെന്റും അല്ല നോക്കുന്നത്. മറിച്ച് എന്താണ്, എന്റെ കയ്യിൽ എന്റെ മസ്തിഷ്കം സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ടാവും. അതൊരു വീഡിയോ ഇമേജ് ആവാം, ഓഡിയോ ഇമേജ് ആവാം, എന്ത് തരത്തിലുള്ള ഇമേജ് ആവാം. ആ ഇമേജ് ആണോ ഇത് എങ്കിൽ പെട്ടെന്നല്ലേ, ഉദാഹരണം അച്ഛൻ വരുന്നു, അച്ഛന്റെ ഓഡിയോ ഇമേജ്, അച്ഛാ കറക്റ്റ്. ഒരാൾ വരുന്നു, രാമന്റെ കണക്ക് വേറൊരാൾ വരുന്നു. നമ്മളൊരു രാമനല്ലേ, ഞാൻ രാമനല്ല, ഞാൻ വേറൊരാളാണ്, പക്ഷെ കണ്ടോ അതേ കണക്ക് ഇരിക്കുന്നു. കാര്യം രാമന്റെ ഇമേജ് എടുത്ത് അപ്പോഴേ അത് സോൾവ് ചെയ്യാണ്. ഈ നിർദ്ധാരണത്തിന് ഏറ്റവും കുറച്ച് റിസോഴ്സസ് ഉപയോഗിച്ച് ഏറ്റവും നല്ല ഫലം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലേസിനെസിന്റെയും നമ്മുടെ മസ്തിഷ്കത്തിന്റെയും കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു പാട്ട് കേൾക്കാണ്, നമ്മളൊരു അന്ധവിശ്വാസിയാണ്. ഇപ്പൊ ഉദാഹരണം ഓരോരുത്തർ പറയത്തില്ലയോ, അസുഖം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ അള്ളാഹു അല്ലെങ്കിൽ ദൈവം രാമൻ വരുത്തിയാണ് എന്ന് പറയാൻ എളുപ്പമാണ്. കാര്യം നമുക്ക് അങ്ങനെ സോഫ്റ്റ്വെയർ ആണ്. എന്താണ്, അസുഖങ്ങളെല്ലാം ദൈവത്തിന്റെ കോപമാണ്. അങ്ങനെ സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ എല്ലാ അസുഖങ്ങളെയും ദൈവത്തിന്റെ കോപമായിട്ട് കാണാൻ പറ്റും. അസുഖങ്ങൾ മാറുന്നതോ അത് ദൈവത്തിന് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും ഓക്കെ ആയി. ഇനി നിങ്ങൾ ഒരു റഷ്യൻ പാട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി നിങ്ങളുടെ ഈ റഷ്യൻ ഇല്ല, നിങ്ങളിലുള്ള മലയാളമാണ്. നിങ്ങളത് മലയാളം രീതിയിലായിരിക്കും കേൾക്കുക. ഓരോ സംഭവങ്ങളും ശാസ്ത്രീയമായിട്ടോ യുക്തിപരമായിട്ടോ അന്വേഷിക്കാതെ നിങ്ങളൊരു അന്ധവിശ്വാസിയാണെങ്കിൽ ആ അന്ധവിശ്വാസപരമായിട്ടായിരിക്കും അതിനെ നിർദ്ധാരണം ചെയ്യുക. അതിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. അതിന്റെ തെളിവാണ് ഈ കാണുന്ന പാട്ട്. റഷ്യൻ പാട്ടാണ്. മലയാളി എങ്ങനെ കേൾക്കും നോക്കും. ഇത് അതൊന്നുമല്ല, റഷ്യൻ പാട്ടാണ്. ഇത് എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ നോക്കുമ്പോൾ ലോറി മാറിപ്പോയി, അതാണ് പ്രശ്നം. ഈ രീതിയിലായിരിക്കും ഞാൻ ഇതിന് ജ്യോതിഷത്തിലേക്ക് വരുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ജ്യോതിഷം എന്നൊക്കെ പറയുന്നത് സാധാരണ കൈനോട്ടമെന്നോ എല്ലാ തരത്തിലുള്ള വിശ്വാസവും ഞാൻ ഈ പറഞ്ഞ എന്നെ സംബന്ധിച്ച് ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ വിശ്വാസങ്ങളിൽ യാതൊരു വ്യത്യാസമില്ല. എല്ലാം ഒറ്റ സാധനം തന്നെ. ഡോൾഫിൻ മനുഷ്യൻ മുങ്ങി മരിക്കാൻ ഒരുക്കുമ്പോഴെല്ലാം ഡോൾഫിൻ വന്ന് മനുഷ്യനെ പൊക്കിയെടുത്തുകൊണ്ട് വരും എന്നുള്ളൊരു കഥയുണ്ട്. അങ്ങനെ 1-2 മനുഷ്യർ മുങ്ങി മരിക്കാൻ പോയ മനുഷ്യർ അവരെ ഡോൾഫിൻ പൊക്കിയെടുത്ത് ഡോൾഫിൻ കൂട്ടങ്ങൾ വന്ന് മനുഷ്യരെ രക്ഷിച്ചായിട്ടുള്ള വാർത്തയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ്, മനുഷ്യൻ മുങ്ങുന്നു, ഡോൾഫിൻ വരുന്നു, പൊക്കുന്നു. പെട്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ എളുപ്പമുള്ള കമനീയമായിട്ടുള്ള ഒരു കഥ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. കഥയ്ക്ക് ഒരു അടുക്കുണ്ട്, ചിട്ടമുണ്ട്, കഥയിലെ കാര്യങ്ങൾ പെട്ടെന്ന് വിശദീകരിക്കും. ഞാൻ പറഞ്ഞു, നമ്മുടെ തലച്ചോറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തെറ്റായ വിശദീകരണം ആയാലും അത് വിശദീകരണം ഇല്ലായ്മയേക്കാൾ നല്ലതാണ്. എ ഫോൾസ് ആൻസർ ഈസ് ബെറ്റർ ദാൻ നോ ആൻസർ. നോ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറലി അൺറസ്റ്റ് ആണ്. അതായത് നാഡീപരമായ അസ്വസ്ഥതയാണ് നമുക്ക് ഉത്തരമില്ലായ്മ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഉത്തരം ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ആകാശത്ത് നിന്ന് ഒരാളിരിക്കുന്നു, അയാൾ ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു എന്നൊക്കെ പെട്ടെന്നുള്ള ഉത്തരങ്ങൾ, അത് നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കുക. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഡോൾഫിൻ ചെയ്യുന്നത്? ഡോൾഫിനുകൾ നിങ്ങൾക്കറിയാവുന്ന ഒരു കരജീവിയാണ്. അത് ലെങ്സ് വെച്ചാണ് അത് ശ്വസിക്കുന്നത്. ജലത്തിലാണെങ്കിലും കൃത്യമായ ഇടവേളകളിൽ ജലോപരിതലത്തിൽ വന്ന് ഓക്സിജൻ, അന്തരീക്ഷ വായുവിൽ ഓക്സിജൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ചത്തുപോകും, ശ്വാസം മുട്ടി ചത്തുപോകും. ഡോൾഫിൻ തിമിംഗലത്തെ പോലെ തന്നെയാണ്. അപ്പം എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡോൾഫിനുകളിൽ അവരുടെ കൂട്ടം
പലരും അറിയാതെ വല്ല ചെളിയിൽ പൂണ്ടുപോവുകയോ വള്ളിയിൽ കുരുങ്ങി പോവുകയോ ഒക്കെ ചെയ്ത് ഒരു കൃത്യമായ ഇടവേളയിൽ മേളിലോട്ട് വരാൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഹെർഡ് ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൻ്റെ ഒരു വാസന എന്ന നിലയിൽ ഈ കൂടെയുള്ള ജീവിയെ രക്ഷിക്കാനായിട്ട് ഡോൾഫിനുകൾ പൊക്കിക്കൊണ്ടുവരാറുണ്ട്. കാര്യം കുറച്ചുകൂടെ നേരം അടിയിലായിപ്പോയി കഴിഞ്ഞാൽ ചത്തു. അത് അവർക്ക് നാച്ചുറൽ സെലക്ഷൻ വഴി നൂറ്റാണ്ടുകളായിട്ട് ഡോൾഫിൻ്റെ ഇടയിൽ ഒരു ഹെർഡ് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് കിട്ടിയ ഒരു സാധനമാണ്. കൂട്ടമായി പ്രതിരോധിക്കുക, കൂട്ടമായി അതിജീവിക്കുക എന്നുള്ള ഒരു സാധനമാണത്. അപ്പം അതുകൊണ്ടാണ് മനുഷ്യൻ മുങ്ങിപ്പോകുമ്പോൾ മനുഷ്യന് ഏതാണ്ട് ഡോൾഫിൻ്റെ വലിപ്പമുണ്ട്. ചിലപ്പോൾ ചില മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ ഡോൾഫിൻ കണക്ക് ഇരിക്കുമായിരിക്കും ചെയ്യും, എനിക്കറിയില്ല. അപ്പോൾ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ഒന്നോ രണ്ടോ അവസരങ്ങളിൽ ഏതെങ്കിലും കുറച്ച് ഡോൾഫിനുകൾ ഏതെങ്കിലും കുറേ ആൾക്കാരെ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടാകാം. ഇത് വെച്ചാണ് നമ്മളൊരു കഥ ഉണ്ടാക്കുന്നത്. ഡോൾഫിനുകളും മനുഷ്യനും തമ്മിൽ അഗാധമായ സൗഹൃദത്തിലാണ് നമ്മൾ തമ്മിലുള്ള സൗഹൃദം. എന്നിട്ടൊരു കഥ ഉണ്ടാക്കാം. പണ്ട് ദൈവവും ഡോൾഫിൻ്റെ ഇരിക്കുക അത് കൊടുത്തു. പണ്ട് ഈ നാക്കിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഈ നമ്മുടെ നാക്ക് എന്താ ഇങ്ങനെ പരുവരുത്തിയിരിക്കുന്നത്, പട്ടിയുടെ നാക്ക് എന്താ വളരെ സ്മൂത്തായിട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഈ നാക്കുകളെല്ലാം കൂടെ ദൈവം പട്ടിയുടെ ഇല കൊടുത്തു വിട്ടത്. പട്ടി എല്ലാവർക്കും ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്ത നാക്ക്. അവസാനം 2 നാക്ക് വന്നു, ബാക്കി വന്നു, ഒന്ന് മനുഷ്യൻ്റെയും പട്ടിയുടെയും. പട്ടി നോക്കിയപ്പോൾ മനുഷ്യൻ്റെ നാക്ക് നല്ല സ്മൂത്ത്, നല്ല രസം. പട്ടിയുടെ നാക്ക് വെറും മോശം നാക്ക്. അതുകൊണ്ട് ഇയാൾ എന്തായാലും മനുഷ്യൻ കണ്ടിട്ടില്ലല്ലോ എന്ന് വെച്ച് മനുഷ്യൻ്റെ നാക്ക് പട്ടി അങ്ങ് എടുത്തു. അതാണ് പട്ടിയുടെ നാക്ക് ഇത്ര സുന്ദരമായിട്ടിരിക്കുന്നത്. കഥയാണ്. ഇങ്ങനെ കഥകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന പട്ടിയുടെ നാക്കാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും നമ്മളെല്ലാവരും ഈ ആദ്യം ദേഷ്യം വരുമ്പോൾ തന്നെ ഇങ്ങനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അതുകൊണ്ട് കഥകളാണ്. എന്തായാലും ഒരു പാറ്റേൺ കണ്ടെത്തുക, ഒരു പർപ്പസ് ആട്രിബ്യൂട്ട് ചെയ്യുക, ഒരു സ്റ്റോറി ജനറേറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മളുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ്. ഇനി നമ്മുടെ സൂപ്പർസ്റ്റിഷൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇമോഷണലി ബിൽറ്റ് സാധനമാണ്. ഇപ്പോൾ ഐൻസ്റ്റീൻ്റെ E=mc² തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, തെറ്റെങ്കിൽ തെറ്റ് പോടെ. അതേ കണക്കായിരിക്കില്ല ഈ തൃപ്പൂത്ത്, ദേവിയുടെ തൃപ്പൂത്ത് വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം വരും എന്നുള്ളത് തെറ്റാണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അത് ഇത് രണ്ടും 2 രീതിയിലാണ് സ്റ്റോറി ചെയ്യുകയും ചെയ്തത്. ഇപ്പോൾ മടൈ സ്നാനം എന്ന് പറയുന്ന സാധനം കർണാടകത്തിൽ കഴിഞ്ഞ വർഷം 2-3 വർഷമായിട്ടുണ്ട്. ആദ്യഘട്ടങ്ങളിൽ വീണ്ടും ഇത് പുനരുജ്ജീവിച്ചപ്പോൾ വലിയ തോതിലുള്ള സമരങ്ങൾ നടന്നു. MA ബേബിയൊക്കെ അവിടെ പോയി പ്രസംഗിച്ചു, ബേബിയൊക്കെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞ വർഷം. ഈ വർഷം എന്താ 3 ഇരട്ടി ആളുകളാണ്. 3 ഇരട്ടി ആള്. അതായത് അന്ധവിശ്വാസത്തിന്റെ ഒരു പ്രകടമായ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെ നമ്മൾ പ്രതിരോധിക്കാനോ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഇരട്ടി ശക്തിയോടുകൂടി തിരിച്ചു വരും എന്നുള്ളത്. കാര്യം അത് വൈകാരികമാണ്. അവർക്ക് ഒരു രീതിയിലും റീസണിങ് ഇല്ല അവിടെ. ജസ്റ്റ് അതാണ് നമ്മുടെ ബ്രെയിൻ അപ്പോൾ അവിടെ എടുക്കുന്നത്. ഇറ്റ്സ് എ ത്രെറ്റ് ടു ലൈഫ്. ജീവന് നേരെയുള്ള ഒരു ഭീഷണിയായിട്ടാണ് അന്ധവിശ്വാസങ്ങളെ വിമർശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. ഈ തലച്ചോറിന് ഇതേ സെറ്റിംഗ് ആണ്. മനസ്സിലായില്ല? ഒരിക്കലും വിട്ടുകളയുകയില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചൊവ്വാദോഷത്തിലേക്ക് വരികയാണ്. ഈ ജ്യോതിഷികളെല്ലാം കൂടെ, കേരളത്തിലെ ജ്യോതിഷികളെല്ലാം കൂടെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഒരു ചങ്ങല ഉണ്ടാക്കുകയാണ്, അല്ലേ? DYFIയുടെ ചങ്ങല പോലെയൊക്കെ, മുറിയാത്ത ചങ്ങല. DYFIയുടെ ചങ്ങലയല്ല, മുറിയാത്ത ഒരു ചങ്ങല ഉണ്ടാക്കുകയാണ്. എല്ലാ ജ്യോതിഷികളുടെ പിടിച്ചിരുന്ന് അവസാനം വരെ നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ പൊൻ അന്ധവിശ്വാസികളെ, ഈ ചൊവ്വാദോഷം എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ ഉള്ളതല്ല, ഇത് തെറ്റാണ്, ഞങ്ങൾ നിങ്ങളെ വെറുതെ ഭയപ്പെടുത്തുകയായിരുന്നു, വഞ്ചിക്കുകയായിരുന്നു, ക്ഷമിക്കണം, മാപ്പ് എന്ന് കരളുരുകി പറഞ്ഞു എന്നിരിക്കട്ടെ. ഈ വിശ്വാസികൾ എന്താ പറയും? ഇവനൊക്കെ എന്തോ പറ്റിയിട്ട്, ഇവനൊക്കെ പ്രാന്ത് പിടിച്ചു, ചൊവ്വാദോഷം ഇല്ലെന്ന്, ഇവനൊക്കെ എന്തോ കുഴപ്പം, ഇവനൊക്കെ ജ്യോതിഷിയാ പോലും ജ്യോതിഷി എന്നേ പറയൂ വിശ്വാസികൾ, എന്നേ പറയൂ. ഈ സാധനം വലിയ പേസ്റ്റിൻ്റെ കണക്കാണല്ലേ. പേസ്റ്റ് ഇങ്ങോട്ട് പുറത്തിറക്കാൻ എളുപ്പമാണ്, അകത്ത് തിരിച്ചു കയറ്റാൻ ബുദ്ധിമുട്ടാണ്. അതിന് നെഗേഷൻ സിൻഡ്രോം, നെഗേഷൻ ഡെലീരിയം എന്ന് പറയുന്നുണ്ട്. ജൂൾസ് കോട്ടാർഡ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് മനഃശാസ്ത്രജ്ഞൻ, ഒരു സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞൊരു സാധനമാണ്, ഒരു പ്രത്യേക മാനസികമായിട്ടുള്ള അവസ്ഥയുള്ള ചില ആൾക്കാരുണ്ട്. ഇവരുടെ ഒരു പ്രത്യേകത, ഇവരെപ്പോഴും പറയും ഞാൻ മരിച്ചിരിക്കുന്നു, ഞാൻ യഥാർത്ഥത്തിൽ ഒരു ശവമാണ് ആയിരിക്കാം അൾട്ടിമേറ്റിൽ. പക്ഷേ അയാൾ പറയുന്നത് ഞാൻ ശവമാണ്, ഞാനൊരു പ്രേതമാണ്, എൻ്റെ ആത്മാവാണ് ജീവിക്കുന്നത്. നമ്മളിവിടെ നിനക്കൊരു കുഴപ്പമില്ല, നീ നല്ല മണിമണി പോലെ സംസാരിക്കുന്നു, അടിപൊളിയായിട്ട് ജീവിക്കുന്നു, നിനക്കൊരു കുഴപ്പമില്ലല്ലോ. അതൊക്കെ നിനക്ക് തോന്നുന്നതാണ്. എൻ്റെ കാര്യം എനിക്കെല്ലാം അറിയാൻ പറ്റൂ. ഞാൻ യഥാർത്ഥത്തിൽ ഒരു അനശ്വരമായിട്ടുള്ള ആത്മാവാണ്, എൻ്റെ ജീവൻ കഴിഞ്ഞിരിക്കുന്നു, ഞാൻ മരിച്ചിരിക്കുന്നു, ഒരു രക്ഷയില്ല. അധികം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിയാവും, ബഹളമാവും, പിന്നെ അറിയാമല്ലോ, ഒരുമാതിരി ഫേസ്ബുക്ക് ഡിബേറ്റ് പോലെ ആയി പോകും. പിന്നെ അപ്പോൾ എന്ത് ചെയ്യും? ഇവൻ്റെ കയ്യിൽ ഒരു ബ്ലേഡ് വെച്ചെന്ന് പോന്തുക, രക്തം വരുന്നു. അതാ നോക്കടാ, എൻ്റെ കയ്യിൽ ഇപ്പം എന്താ
രക്തം. ഇല്ല, നീ പറഞ്ഞ നീ മരിച്ചുപോയി, നിനക്ക് ജീവനില്ല, ശവമാന്നൊക്കെ. നോക്ക്, രക്തം വരുന്നുണ്ടില്ലേ? രക്തം വരുന്നുണ്ട്. നിനക്ക് എന്താ മനസ്സിലായി? എനിക്ക് മനസ്സിലായി, ശവത്തിൻ്റെ ശരീരത്തിൽ നിന്നും രക്തം വരുമെന്ന് ഇപ്പോൾ മനസ്സിലായി. ഇങ്ങനെയാണ് പിടിച്ചു തൂങ്ങിക്കിടക്കുന്നത്. Superstition is a very bizarre and special cerebral condition. ഇവിടെ ഈ യുക്തിവാദം പറയുന്നു, അല്ലെങ്കിൽ കാര്യകാരണ സഹിതമൊക്കെ ഓരോരുത്തർ കാര്യങ്ങൾ ഓരോന്ന് പറയുന്നു. എന്താ എല്ലാവരും മാറാത്തതെന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നേക്കാം. ഇതൊന്നും മനസ്സിലാക്കാതെയാണ്. ഇത് അടിസ്ഥാനപരമായിട്ട് ഒരു വിശ്വാസി എന്ന് പറയുന്നത് ഒരു രോഗമാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് രോഗമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എല്ലാവർക്കും ഉള്ള കാര്യത്തെ രോഗമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതാണ് ഒരു പൊതു അവസ്ഥയാണ്. പക്ഷെ ഇതുകൊണ്ടാണ് ഇത് ഒരിക്കലും യുക്തിവാദികൾക്ക് കഴിവില്ലാഞ്ഞുകൊണ്ടോ അവർ തെളിവ് വെക്കാത്തതുകൊണ്ടോ ഒന്നും അല്ല. കാര്യം ഈ വിശ്വാസങ്ങളൊന്നും തന്നെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതല്ല. ഒന്ന്, സാധൂകരിക്കപ്പെട്ടിട്ട് സ്വീകരിച്ചതുമല്ല. രണ്ട്, അതുകൊണ്ട് തന്നെ സാധൂകരിക്കപ്പെടാതെ പോയാൽ നോ പ്രോബ്ലം. തെളിവില്ലെന്ന് പറഞ്ഞാലും നോ പ്രോബ്ലം. എതിരെ തെളിവ് കൊണ്ടുവന്നാലും നോ പ്രോബ്ലം. കാരണം തെളിവും അന്ധവിശ്വാസങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഏതാണ്ട് പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു ബന്ധം ഇല്ല. ചില തെളിവൊക്കെ കൊണ്ട് നോക്ക്, ഈ തെളിവ് നോക്ക്, ആ തെളിവ് നോക്ക്. എന്ത് തെളിവ്? തെളിവ് ഇതിനകത്തൊരു സാധനം അല്ല. ഒരുപക്ഷെ യുക്തിവാദി പ്രസ്ഥാനം ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. നിങ്ങളിത് ലോജിക്കലായിട്ടും യുക്തിസഹമായിട്ടും ഖണ്ഡിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനൊരു വിഷയം ഇല്ല അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ച്. ആരും യുക്തിസഹമായിട്ട് ഉണ്ടാക്കിയൊരു സാധനം അല്ലത്. യുക്തി എന്ന് പറയുന്നത് അതിനകത്ത് ചേർത്തിരിക്കുന്ന ഒരു റെസിപ്പിയിലുള്ള ഒരു ഐറ്റം അല്ല. തെളിവ് ഒരു ഐറ്റം അല്ല. മനസ്സിലായി? ഇപ്പൊ നെയ്യപ്പം, അതിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ട്? അതിനകത്ത് ചേർത്തിരിക്കുന്ന ഒരു സാധനം ഇല്ലാന്ന് വന്നാൽ അത് ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലേ? ഇപ്പൊ ശർക്കര ചേർത്താണ് ഉണ്ടാക്കുന്നതെന്നിരിക്കട്ടെ, ശർക്കര ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ അന്ധവിശ്വാസം ഉണ്ടാക്കിയതിൽ യുക്തിയും ഇല്ല, തെളിവും ഇല്ല. അപ്പൊ യുക്തിയും തെളിവും കൊണ്ടുവച്ചാൽ അത് പോവൂ? ഒന്ന് ആലോചിച്ച് നോക്ക്. പക്ഷേ വളരെ കുറച്ച് 1% വരുന്ന ആൾക്കാർ മാത്രം ചില സ്വയം സെൽഫ് ഇവോൾവ് ചെയ്ത് അതിന്റെ ബോർഡർ ലൈനിൽ നിൽക്കുന്നുണ്ട്. അതായത് പൂർണ്ണമായും, അതായത് ഒരാൾ അന്ധവിശ്വാസി അല്ലാതെ ആകണമെങ്കിൽ അയാൾ തീരുമാനിക്കണം. അങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ നാച്ചുറൽ സെലക്ഷൻ തന്നെയാണ്. ആ മ്യൂട്ടേഷനൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് ഒരു തട്ട് കിട്ടുന്നത്, ഒരു പുസ്തകം വായിക്കുന്നത്, ഒരു അറിവ് കിട്ടുന്നത്. അപ്പം പെട്ടെന്ന് അവൻ വീഴും. കാര്യം അവൻ തന്നെ അവിടെ വന്ന് നിൽക്കണം. മനസ്സിലായില്ലേ? എന്നിട്ട് 90% ദൂരം അവൻ നടന്നേ പറ്റൂ. അല്ലാതെ ഒരു എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞാലും ശാസ്ത്രജ്ഞനാന്ന് പറഞ്ഞാലും റിക്ഷാപുള്ളറാന്ന് പറഞ്ഞാലും നടക്കില്ല. അല്ലെ, മലപ്പുറത്ത് പറയുന്നത് നടക്കില്ല മോനെ എന്ന് പറയുന്നു. ഇതാണ് മൈ ഫെയ്ത്ത്, മൈ ചക്കര ഫെയ്ത്ത്. ഇവിടെയാണ് നമ്മൾ ഇരുന്ന് വേറെ ഏതാണ്ടൊക്കെ ചെയ്യാൻ പോകുന്നത്. അന്ധവിശ്വാസങ്ങൾ അടിസ്ഥാനപരമായി 3 ഗുണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എക്സ്പീഡിയൻസി, സൗകര്യം. അതാണ് എല്ലാവരും പോയി പാട്ടയിട്ട് കൂട്ടുന്നു, ഞാനും പോയി പാട്ടയിട്ട് കൂട്ടുന്നു. യെസ്, എല്ലാവരും ഇങ്ങനെ കാണിക്കുന്നു, ഞാനും ഇങ്ങനെ കാണിക്കുന്നു. യെസ്, സമാനമായി മനസ്സിനൊരു സ്വസ്ഥത. കിട്ടിയില്ലല്ലോ എന്താ? ചിലല്ലേ പറയും വിശ്വാസികൾ പോലെ അത് വെറും വഴിപാട് പോലെ ആയിപ്പോയി എന്ന് പറയില്ലേ? എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വഴിപാട് പോലെ ആയിപ്പോയി. അവര് വഴിപാടിന്റെ ആൾക്കാരാണ്. അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് കേൾക്കാൻ ചിലപ്പോൾ. എന്ന് പറഞ്ഞാൽ എന്താ? പള്ളിയിൽ പോയി പറഞ്ഞാൽ വലിയ ഗുണമൊന്നുമില്ല. പള്ളിയുടെ അച്ഛനായിരിക്കും പറയാം, അത് നീ മോനെ നീ അത് എൻട്രിക്ക് വേണ്ട, നീ പള്ളി പോയി പറഞ്ഞാൽ. ഇത് നമ്മൾ ശരിക്കും നമ്മളിലുണ്ട്, ഈ സാധനം നമ്മളിലുണ്ട്. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, എക്സ്പീരിയൻസ്. മറ്റൊന്ന് അവോയ്ഡൻസ് ഓഫ് റിസ്ക് ആൻഡ് ഫിയർ. ഒരു അന്ധവിശ്വാസം ഇല്ല. ഇപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ എല്ലാവരും ജ്യോതിഷ വിശ്വാസികളാണ്, നിങ്ങൾ ജ്യോതിഷ വിശ്വാസി അല്ലാന്നിരിക്കണം. എന്താ സംഭവിക്കുക? അവരെല്ലാം ജ്യോതിഷം നോക്കി ചെയ്യുന്നു. അവർക്കുണ്ടാകുന്ന ഗുണഫലങ്ങളെല്ലാം നല്ല ഫലങ്ങൾ. മനുഷ്യ ജീവിതം സമ്മിശ്രമായിരിക്കുമല്ലോ. തട്ടും കിട്ടും, മുട്ടും കിട്ടും, പൊക്കലും കിട്ടും, ചിലപ്പോൾ അടി കിട്ടും, എല്ലാം കിട്ടും. അങ്ങനെയാണ് സാധാരണ ഇതിൽ വരുന്നത്. അല്ല പിന്നെ രാഹുൽ ഗാന്ധിയായിട്ട് വല്ലതും ജനിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സമ്മിശ്രമായിട്ടാണ് ജീവിതം പോവുക. എന്നാലും പ്രശ്നമുണ്ടാവും. അപ്പോൾ ഈ അന്ധവിശ്വാസങ്ങളുടെ ഒരു പൊതു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവവിശ്വാസമായാലും ജ്യോതിഷമായാലും മഷിയിട്ട് നോട്ടമായാലും എന്ത് സാധനം ആയിക്കോട്ടെ, ഞാൻ പറയുന്നതെല്ലാം എനിക്ക് ഒറ്റ സാധനമാണ്. ഞാൻ വീണ്ടും പറയും, ഇതെല്ലാം ഒരു വ്യത്യാസമില്ല എനിക്ക്. ഇതെല്ലാം ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല അനുഭവങ്ങളെല്ലാം ഇതിൻ്റെ ക്രെഡിറ്റിൽപ്പെട്ടു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പശു പ്രസവിച്ചു. എളുപ്പമാണ് അല്ലെ? പശു പ്രസവിക്കാതിരിക്കാമല്ലോ, അല്ലെ? പശു പ്രസവത്തിന് മുമ്പ് മരിച്ചു പോകാമല്ലോ. എന്തെല്ലാം യുക്തികളാണ് ഉണ്ടാകുന്നത്. ദോഷങ്ങളെല്ലാം ഞാൻ നേരെ ചെയ്തിട്ടുണ്ടാവില്ല, ശരിക്കും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല, ഞാൻ നല്ല മനസ്സിരുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എണ്ണ കുറഞ്ഞു പോയിട്ടുണ്ടാവും, തിരിക്ക് ഇതുണ്ടായിട്ടില്ല, ചിലപ്പം
അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അത് വായിച്ചിട്ടുണ്ടാവില്ല, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഒരു സാധനം ചെയ്തിട്ടുള്ള ആവും, അങ്ങനെയൊക്കെ സമാധാനിക്കാം. അപ്പോൾ അങ്ങനെ പൊതുവിൽ എല്ലാവരും ചെയ്യുന്നൊരു ഘട്ടത്തിൽ ഒരാൾ എപ്പോഴും പറയുന്ന ഒരു അവിശ്വാസിയാണ്, അല്ലെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളും ആദ്യം തന്നെ പറയും, കണ്ട ഇപ്പം എന്താ പറയുന്നു. ഇതേ പാറ്റേൺ തന്നെയാണ് അവൻ മറ്റേലും ആരോപിക്കുന്നത്. ഒരു അവിശ്വാസിക്കുണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും ചെറിയ വീഴ്ച പോലും ദൈവത്തിൻ്റെ കോപമാണ്, ദൈവത്തിൻ്റെ തിരിച്ചടിയാണ് എന്ന് വിലയിരുത്താൻ വിശ്വാസിക്ക് ഭയങ്കര എളുപ്പമാണ്. അവൻ്റെ വീട് മുഴുവൻ നരയിക്കായിരിക്കും, കയ്യും കാലും ഇല്ലാതെ 2-3 പേര് RCCയിലും കടത്തിലും ഒക്കെ കിടക്കായിരിക്കും. പക്ഷെ അതൊന്നും അവന് വിഷയമല്ല. അവൻ പെട്ടെന്ന് ഏതെങ്കിലും ഒരാൾ വിശ്വസിക്കാതിരിക്കുന്നെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ അയാളുടെ ദേഹത്ത് ചെറുതായിട്ടൊരു സൈക്കിൾ മുട്ടിയാലും പറയും, കണ്ട സൈക്കിൾ മുട്ടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, എന്താ മുട്ടിയേ. ഇതാണ് ആ പാറ്റേൺ സീക്കിങ്. ഇനി മറ്റൊന്നുള്ളതാണ് അന്ധവിശ്വാസത്തിന്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു ഡോണ്ട് ഹാവ് ടു തിങ്ക്. ചിന്തിക്കേണ്ട കാര്യമില്ല, അത് വേറെ വല്ലവരും ചെയ്തോളൂ. അവർ ചിന്തിക്കുന്നത് എന്താണ്, നിങ്ങളെ ഇതിലെങ്ങനെ പിടിച്ചു നിർത്താമെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതിനായിട്ടുള്ള അനുഭവങ്ങൾ തരാം. ഈ അനുഭവങ്ങൾ തന്നെ വളരെ, ഞാൻ ആദ്യം ആ അനക്ഡോട്ടൽ ഫാലസി കാണിച്ചു. ഈ അനുഭവങ്ങളാണ് ജ്യോതിഷം മുഴുവൻ. അതെങ്ങനെയാന്ന് ഞാൻ നോക്കാം. മറ്റൊന്നുള്ള ഫിയർ കോംപ്ലക്സ്. ഈ ഫിയർ എന്ന് പറയുന്ന സാധനം, ഭയം എന്ന് പറയുന്ന സാധനം നമ്മുടെ അതിജീവനത്തിൽ, നമ്മുടെ തലച്ചോറ്, നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുള്ള സാധനമാണ്. ഈ ഫിയർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഒരുപക്ഷെ നമ്മുടെ തലമുറ ഇങ്ങനെ അതിജീവിച്ച് നിൽക്കുന്നത്. ഫിയർ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊരുപക്ഷെ നമ്മുടെ പിൻഗാമികൾക്ക് ഫിയർ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊരുപക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാവില്ലായിരുന്നു. ഈ ഫിയർ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഡിഫോൾട്ട് സെറ്റിംഗ് ആണ് ഫിയർ. പെട്ടെന്ന് ആദ്യം ഫിയർ വരുമ്പോൾ നമ്മളൊരു ജാഗ്രത അവസ്ഥയിൽ എത്തിച്ചേരുക. ഒന്നിൽ പ്രതിരോധിക്കുക, അല്ലെങ്കിൽ ഒളിച്ചോടുക, അല്ലെങ്കിൽ ഒളിച്ചിരിക്കുക. ഇപ്പൊ ഒരു വലിയൊരു പക്കാ യുക്തിവാദി ഇടയ്ക്ക് ഒരാൾ പറയാണ്, നിങ്ങൾ വലിയ യുക്തിവാദിയാണെന്നല്ലേ പറയുന്നത്. ഞാൻ ഭയങ്കര യുക്തിവാദിയാണ്. നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ഞാൻ ഒരു സാധനം കുഴിച്ചിട്ടോ, നിങ്ങൾ 1 മാസം അതിന്റെ മേളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, പറ്റുമോ? അയാൾ ആദ്യം പറയും, പറ്റും. പക്ഷെ പറ്റുമെന്ന് പറയുമ്പോഴും ഒരു പതർച്ച ഉണ്ടാവും. എന്താ കാര്യം എന്നറിയാം? ഇയാൾ യുക്തിവാദിയാണോ, വിശ്വാസിയാണോ, അല്ലെങ്കിൽ ഭയങ്കര അന്ധവിശ്വാസിയാണോ, ഇതൊന്നും ഒരു വിഷയമല്ല. ഇത്തരത്തിലുള്ളൊരു വെല്ലുവിളി വരുമ്പോൾ അതൊരു ത്രെട്ട് ടു ലൈഫായിട്ടാണ് നിങ്ങളുടെ മസ്തിഷ്കം ആദ്യം വിലയിരുത്തുന്നത്. പ്രാഥമികമായി വിലയിരുത്തുന്നത് ജീവന് നേരെയുള്ളൊരു ഭീഷണിയായിട്ടാണ്. അത് മുട്ട കൊണ്ടുവന്ന് കുഴിച്ചിട്ടാലും കൊള്ളാം, കുപ്പി കൊണ്ടുവന്ന് കുഴിച്ചിട്ടാലും കൊള്ളാം, എന്ത് കുഴിച്ചിടുന്ന വസ്തുവോ കുഴിച്ചിടുന്ന ആളോ ഒന്നും ഒരു വിഷയമല്ല. അത് ഫിയർ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഭയം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളെയും ആദ്യം നമ്മൾ പകച്ചിരുന്നു പോകും. നമ്മൾ എത്ര അവിശ്വാസിയായാലും വിശ്വാസിയായാലും. നിങ്ങൾ ശരിക്കും ഒരു യുക്തിവാദിയാണെങ്കിൽ നിങ്ങളത് റീസൺ ഔട്ട് ചെയ്യും, നിങ്ങളത് നിർദ്ധരിക്കും. കുഴപ്പമില്ല, പിന്നെ പറയാം നിങ്ങളൊന്ന് കുഴിച്ചിട്ടോളൂ എന്ന് പറയും. ഇനി കുഴിച്ചിട്ടാലും പ്രശ്നമാണ്. 1 മാസം നിങ്ങൾ അതിൻ്റെ മേളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. റിസ്ക് എന്താണ്? 1 മാസത്തിനുള്ളിൽ നീ അതിൻ്റെ മേളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുണ്ട്, നീ അനുഭവിക്കും എന്നാണ്. എന്താ അനുഭവം? അതൊന്നും ഞാൻ പറയുന്നില്ല, അനുഭവിക്കും. കുഴഞ്ഞില്ലേ? ഈ 1 മാസം നിങ്ങൾക്ക് എന്തെല്ലാം അനുഭവം ഉണ്ടാകാൻ പോകുന്നു? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണപരമായിട്ടും ദുഃഖപരമായിട്ടും തട്ടുകളെല്ലാം കിട്ടും. ഈ തട്ടുകളെല്ലാം ഈ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ഈ മുട്ട വിജയിച്ചില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു സാറേ 1 മാസം? കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അല്ലല്ലോ ഞാൻ കേട്ടെ. കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിൽ നിന്ന് മാറിക്കൊണ്ട് വന്നപ്പോൾ ഒരു 10,000 അങ്ങ് പോയല്ലേ? പോയി. ഇപ്പൊ മനസ്സിലായല്ലോ. ഏത് കാര്യം എടുത്തു വെച്ച് കഴിഞ്ഞാലും 10,000 രൂപയുടെ അങ്ങ് പോയായിരിക്കും. അപ്പൊ ഇയാൾ വിചാരിക്കും ശരിയാണ്, 10,000 പോകേണ്ട കാര്യം ഇല്ലല്ലോ. ഒരിക്കലും ആ റിസ്ക് ഒന്നും എടുക്കരുത്. കാര്യം വെച്ചാൽ അവനൊന്നും ചെയ്യണ്ട, അവൻ വെറുതെ വരട്ടിയാ മതി, ചുമ്മാതെ വരട്ടിയാ മതി, എല്ലാവരും വരളും. അതാ നമ്മുടെ കുഴപ്പമല്ല. ഈ വിരട്ട് എന്ന് പറയുന്ന സാധനം വരുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും. നമ്മൾ ചിലപ്പോൾ ഇനിയുടെ കോഴി അവൻ ഈ പറയുന്ന മുട്ട നമ്മൾ തന്നെ പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ വലിയ യുക്തിവാദിയാണേലും മാറി നടക്കുന്നു. ഇനി അതുകൊണ്ട് ഇനി എന്തെങ്കിലും ദുരിതം ഉണ്ടെങ്കിൽ വേണ്ട. It's because of your brain is having such a cognitive setup. It's a default setting that always supply enough resources for the superstition, formation of superstitions. അന്ധവിശ്വാസ രൂപവൽക്കരണത്തിനും അതിൻ്റെ നിലനിർത്താനും ഇഷ്ടംപോലെ സാധനങ്ങൾ കൊടുക്കുന്ന ഗ്രഹണ സംബന്ധമായ, അതായത് കോഗ്നിറ്റീവ് ആയിട്ടുള്ള നിലപാടുകളാണ് നമ്മുടെ ബ്രെയിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് റിച്ചാ ഡോക്കിൻസിനെ വരട്ടിയാലും ഡോക്കിൻസും വരളും. പിന്നെ കുറെ കഴിഞ്ഞ് ഡോക്കിൻസ് അത് കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ ആദ്യം വരണ്ടു പോകും, ആരായാലും വരണ്ടു. അതങ്ങനെയാണ്, മനുഷ്യൻ അങ്ങനെ ഒരു മസ്തിഷ്കമായിട്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഇനി മറ്റൊന്നുള്ളതാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്ന സാധനം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. അല്പം വിദ്യാഭ്യാസമൊക്കെ സൃഷ്ടിച്ച ആൾക്കാരിലെല്ലാം കാണുന്ന ഒരു സാധനമാണ്. അതായത്
എങ്ങനെ ഡിസോണൻസ് ഉണ്ടാകുന്ന ഒരു അസന്തുലിതാവസ്ഥ. നിങ്ങൾ ആദ്യം മതം കിട്ടും, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ മതം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം കിട്ടും, അതിനകത്ത് സർവ്വ ചപ്പ് ചവറുകൾ നിങ്ങൾ ഇവിടെ വാരി സ്റ്റോർ ചെയ്യുന്നു, വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാ സാധനങ്ങളും. നിങ്ങൾ അങ്ങനെ വളർന്നു വരിക. കുറെ കഴിയുമ്പോൾ നിങ്ങൾ സയൻസ് പഠിക്കാൻ തുടങ്ങുന്നു. സയൻസ് പഠിക്കുമ്പോൾ ഇത് തമ്മിൽ കമ്പാറ്റബിൾ അല്ല, പൊരുത്തപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാനാണ് ശ്രമിക്കുക. ഈ സയൻസിനകത്ത് ഇതങ്ങ് ഖുർആനകത്ത് സയൻസ് കണ്ടെത്തുക, ഗീതയ്ക്കകത്ത് സയൻസ് കണ്ടെത്തുക, അല്ലെ ബൈബിളിനകത്ത് സയൻസ് കണ്ടെത്തുക. ഇതൊക്കെ ആളുകൾ ചെയ്യുന്നത് അവരുടെ കുറ്റമല്ല. കാര്യം അവർക്കിത് പ്രൊട്ടക്ട് ചെയ്യണം, എങ്ങനെയെങ്കിലും ഇത് സംരക്ഷിക്കണം. സംരക്ഷിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എങ്ങനെയാണ്? ബിക്കോസ് ഓഫ് കോഗ്നിറ്റീവ് ഡിസോണൻസ്. അവർക്കൊരു അസന്തുലിതാവസ്ഥ, ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും റാഷണലൈസ് ചെയ്യാൻ നോക്കും. അതുകൊണ്ടാണ് പല ആൾക്കാരും, വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ, അവർക്ക് രണ്ട് വിരുദ്ധ ജ്ഞാനങ്ങളുണ്ട്. എന്ത്? സയൻസ് ഉണ്ട്, മതമുണ്ട്. ഇത് രണ്ടും കൂടെ വരുമ്പോൾ അവർ മതത്തോട് ചാഞ്ഞ് സയൻസിനെ മതപരമായിട്ട് കൊണ്ടുപോകും. മാത്രമല്ല അവർ ചിലപ്പോൾ ആ ഭാഗം ടച്ച് ചെയ്യില്ല. ഇപ്പം രാജീവ് ഗാന്ധി കുളിക്കുമ്പോൾ ഈ കൈ നനയില്ല എന്ന് പറയാറുണ്ട്. എന്താ കാര്യം? അല്ല, ഈ കയ്യിൽ അയാൾ വെള്ളം ഒഴിക്കില്ല, അതെന്നെ കാര്യം. വേറെ പറയാം, ഇതെൻ്റെ കൈയല്ലേ എന്ന് ചോദിക്കാം. ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗവും നനയ്ക്കും. ഈ അന്ധവിശ്വാസങ്ങളുടെ ഭാഗം വരുമ്പോൾ അതിങ്ങനെ പൊക്കി പിടിക്കും. അവിടെ പിന്നെ ശാസ്ത്രവും മറ്റേതൊന്നും ബാക്കിയുള്ളതല്ല. മനുഷ്യൻ യുക്തിവാദിയാണ്, യുക്തിജീവിയാണ്, റാഷണലാണ്, എല്ലാം ശരിയാണ്. പക്ഷെ മതം അതിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന് മനസ്സിലാക്കാത്തതാണ് വിഷയം. മതം അല്ലെങ്കിൽ അതുപോലുള്ള അന്ധവിശ്വാസം. ഇത് ലിയോൺ ഫ്രസ്റ്റിംഗർ എന്ന് പറയുന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്ന സാധനം. നിങ്ങളുടെ കയ്യിരിക്കുന്ന ഒരു ഡേറ്റ, അതുമായിട്ട് പൊരുത്തപ്പെടാത്ത പുതിയ ഡേറ്റ, നിങ്ങൾ ആകെപ്പാടെ അസ്വസ്ഥമാവും. നിങ്ങൾ ഇത് നിലനിർത്താനായിട്ട് എന്തും ചെയ്യും, എന്തും പറയും. അതാണ് ചെയ്യുന്നത്. ഇനി അന്ധവിശ്വാസങ്ങൾ വിജയിക്കാൻ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും പ്രെയർ തന്നെ എടുക്കാം. അത് ജ്യോതിഷവും പ്രെയറും ഒക്കെ ഒന്ന് തന്നെയാണ്. ഈ പ്രെയറിൽ നിങ്ങൾ ഒരു വിഷ് ലിസ്റ്റ് ഉണ്ടാവും, ഒരു ആഗ്രഹ പട്ടിക ഉണ്ടാവും. ഇപ്പോൾ കോഴിക്കാല് മുതൽ കുഞ്ഞിക്കാല് വരെ അതിനകത്തുണ്ടാവും. പ്രൊമോഷൻ, ഇൻക്രിമെൻറ്റ്, പല പല കാര്യങ്ങൾ, കുട്ടികളുടെ പഠനം, ഭർത്താവിൻ്റെ അസുഖം, അയൽക്കാരുടെ അഭ്യുന്നതി, അതാണല്ലോ ഏറ്റവും വലിയ വിഷയം. ഇതെല്ലാം നമ്മുടെ വിഷ് ലിസ്റ്റിലുണ്ടാവും. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു മാസം നമ്മൾ ആരോടോ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളൊരു വിഷയമല്ല. നിങ്ങൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് ജീസസിനോട് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് ദേവിയോട് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് ഡിങ്കിനോട് പ്രാർത്ഥിക്കാം. ആരോട് പ്രാർത്ഥിച്ചാലും ഒരു മാസം കഴിയുമ്പോൾ ഈ ആഗ്രഹങ്ങളിൽ 5 ഫലങ്ങളുണ്ടാവും. 5 റിസൾട്ട്സ് വിൽ ബി ദെയർ. ഒന്നെന്ന് പറയുന്നത് പോസിറ്റീവ്. ഈ പറഞ്ഞ വിഷ് ലിസ്റ്റിൽ ഒരു പിടി കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നടന്നിട്ടുണ്ടാവും. രണ്ടെന്ന് പറയുന്നത് പാർഷ്യലി പോസിറ്റീവ്. ഒരു പിടി കാര്യങ്ങൾ ഭാഗികമായിട്ട് നടന്നിട്ടുണ്ടാവും. മൂന്നെന്ന് പറയുന്നത് ന്യൂട്രൽ. നിങ്ങളുടെ കുറേ ആവശ്യങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, എത്ര പ്രാർത്ഥിച്ചാലും മാറിയിട്ടില്ല എന്ന് മനസ്സിലാവും. ഒരു പിടി കാര്യങ്ങളിൽ നാലാമത്തെ റിസൾട്ട് പാർഷ്യലി നെഗറ്റീവ്. അതായത് നിങ്ങൾ എന്തിനാണോ പ്രാർത്ഥിച്ചത് അതിന് ഏതാണ്ട് വിപരീതമായ ഒരു സാധനമാണ് വന്നിരിക്കുന്നത്. അഞ്ചാമത്തത് ഫുള്ളി നെഗറ്റീവ്. അതായത് എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ അതിന് നേരെ വിപരീതമായിട്ടുള്ള ഫലം ഉണ്ടാവും. അപ്പോൾ പോസിറ്റീവ്, പാർഷ്യലി പോസിറ്റീവ്, ന്യൂട്രൽ, പാർഷ്യലി നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ്, ഈ 5 ഫലങ്ങൾ നിങ്ങളുടെ ആഗ്രഹ പട്ടികയിലുള്ള ആവശ്യങ്ങൾക്കുണ്ടാവും. അത് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും ഉണ്ടാവും, ഡിങ്കിനോട് പ്രാർത്ഥിച്ചാലും ഉണ്ടാവും, ലോകം ഉണ്ടാക്കിയ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും ഉണ്ടാവും, ലോകം ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്ത ദൈവത്തോട് പ്രാർത്ഥിച്ചാലും ഉണ്ടാവും. ഇനി 1 മുതൽ 100 വരെ ഒരു സംഖ്യ എടുക്കുക. 59, ഈ ഒരു സംഖ്യ എടുത്തിട്ട് അല്ലയോ 59 എന്ന് പറഞ്ഞ് ഇതേ പ്രാർത്ഥനകൾ നിങ്ങൾ മുന്നിൽ വെച്ചാലും ഈ 5 ഫലങ്ങളുണ്ടാവും. 59 എടുക്കാൻ ബുദ്ധിമുള്ളവർക്ക് ഒരു കൊട്ട, വീട്ടിലിരിക്കുന്ന ഒരു കൊട്ട എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചാലും മതി. പരീക്ഷിച്ച് നോക്കിയാൽ ഉറപ്പായിരിക്കും 5 ഫലങ്ങളും കൃത്യമായിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നിങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് ഈ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ. അതുകൊണ്ട് ആണ് ഈ 5 ഫലങ്ങളുണ്ടാകുന്നത്. ചിലതിൽ പൂർണ്ണമായ തീരുമാനം, ചിലതിൽ ഭാഗികമായ തീരുമാനം, ചിലതിൽ തീരുമാനമില്ല, ചിലത് എതിര്, ചിലത് പൂർണ്ണമായ എതിര്. കാരണം സഹജവും സാധ്യവുമായ കാര്യങ്ങൾ നടക്കും. ഇപ്പൊ ലോകത്തുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് 1 മാസം തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരാളുടെ കൈ പോയി, മുറിഞ്ഞു പോയി, അത് വളരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പുതിയ കൈ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ കൈ വരുമോ? 1 വർഷം മുഴുവൻ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക, കൂട്ട പ്രാർത്ഥന, കൈ വളരില്ല. പക്ഷെ ഒരു പല്ലി ഈ ഒരു പ്രാർത്ഥന ഇല്ലാതെ വളർത്തിയെടുക്കും. ഈ സാധനം ഇതേ സാധനം ചെയ്യുമല്ലോ. കാര്യം പല്ലിക്ക് ആ ഭാഗം, മുറിഞ്ഞ ഭാഗം വളർത്താനായിട്ടുള്ള മെക്കാനിസം, ഇന്റേണൽ മെക്കാനിസം ഉണ്ട്. മനുഷ്യനില്ല. മനുഷ്യനുണ്ട്, നമ്മുടെ കരളൊക്കെ വീണ്ടും റീജനറേറ്റ് ചെയ്ത് വരും. പക്ഷെ നമ്മുടെ കൈ അങ്ങനെ വരില്ല. അപ്പൊ സഹജവും സാധ്യവുമായ ഒരു കാര്യമാണ് സംഭവിക്കുന്നത്.
ആർക്കും പ്രാർത്ഥിച്ചിട്ട് പറക്കാൻ കഴിയില്ല അല്ലേ? ആ സമയം പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതിയിട്ട് നന്നായിട്ട് അധ്യാപകന്റെ മേളിൽ മഷിയൊന്നും കൂടാതെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലേറ്റൻ്റ് ആയിട്ടുള്ളതും സഹജവും സാധ്യമായ കാര്യങ്ങളാണ് ഈ ജ്യോതിഷത്തിലും സംഭവിക്കുന്നത്. അത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല, സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. ഇനി ഇവിടെയാണ് ചോദിച്ചിരിക്കുന്നത്, ലെറ്റ് മീ ഇൻ, എന്നെ അകത്തേക്ക് കയറ്റൂ. വൈ, എന്തുകൊണ്ട്? സോ ഐ ക്യാൻ സേവ് യു, നിങ്ങളെ എനിക്ക് രക്ഷിക്കാൻ സാധിക്കും. ഫ്രോം വാട്ട്, എന്തിൽ നിന്ന്? ഫ്രോം വാട്ട് ഐ എം ഗോയിങ് ടു ഡു യു ഇഫ് യു ഡോണ്ട് ലെറ്റ് മീ ഇൻ. എന്നെ അകത്തോട്ട് കയറ്റിയില്ലെങ്കിൽ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് അതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കും. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. ഈ ഒരു സൂപ്പർസ്റ്റിഷ്യസ് പേഴ്സൺ, എന്താണ് അവൻ്റെ സൂപ്പർസ്റ്റിഷൻ? വെർ ഇറ്റ് ഇസ് എ റിലീജിയസ് ബിലീഫ് ഓർ അസ്ട്രോളജി, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് ബ്രെയിൻ കണ്ടീഷൻ, ഇറ്റ്സ് മെന്റൽ കണ്ടീഷൻ. ഇത് ഇവിടെയാണ് ഉള്ളത്, പുറത്തല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാധ. ഞാനൊരു ചെറിയ ബാധ ഇളകിയിട്ടുള്ള പെൺകുട്ടികളുണ്ട്. പെൺകുട്ടികളെ ബാധ ഇളകി കഴിഞ്ഞാൽ തിരുമേനി വരും. തിരുമേനി വന്നിട്ട് ഒരു ചൂരിലൊക്കെ കാണും, പിന്നെ കുറച്ച് പൂവ്, കോഴി, മറ്റു സാധനങ്ങളൊക്കെ കാണും. രാത്രി മുഴുവൻ ഘോര പ്രചണ്ഡ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരിക്കും. പെൺകുട്ടി ഇങ്ങനെ ഇരിക്കും. ബാധ ആണുങ്ങൾക്ക് വരില്ല. പെൺകുട്ടികളോട് പ്രത്യേക മമതയുള്ള ഒരു സാധനമാണ് ബാധ. അത് നെഗറ്റീവാണ്, നെഗറ്റീവ് എനർജി. അപ്പോൾ രാത്രി 12:30 ആകുമ്പോൾ ഹോമമൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കർപ്പൂരമൊക്കെ എടുത്തിട്ട് ഭൂം ഒക്കെ അടിച്ച് കുറേ എല്ലാം രാസവസ്തുക്കളാണ്. അടിയൊക്കെ തുടങ്ങും, ചൂരിൽ വെച്ച് അടിയൊക്കെ തുടങ്ങുമ്പോൾ, എന്നിട്ട് കൈനകം പൊള്ളിക്കൽ, ഈ സാധനങ്ങളെല്ലാം കഴിയുമ്പോൾ പെണ്ണിന് അടിയൊക്കെ കൊണ്ടു കഴിഞ്ഞ് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ പോകാമേ പോകുമെന്ന് നിലവിളിക്കും. ഈ അടിയിൽ നിൽക്കണമെങ്കിൽ പോകാമേ എന്ന് പറയണമല്ലോ. രാവിലെ ആകുമ്പോൾ പിന്നെ ചിലപ്പോൾ ബോധം കെട്ടി കിടന്നങ്ങ് ഉറങ്ങും. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്തോ ഒക്കെ കൈയൊക്കെ ചൂട്, എല്ലാം അടിയെ കൊണ്ട് എന്തോ പോയിട്ടുണ്ട്, കുറേ പോയിട്ടുണ്ട് തോന്നുകയാണ്. അടിച്ചിറക്കി പിറ്റേന്ന് രാവിലെ പറയും, എൻ്റെ പഴയ ജീവിതം തിരിച്ചു കിട്ടി, പൊന്നു തിരുമേനി അദ്ദേഹം വന്ന് ഇതെല്ലാം ചെയ്തു അടിച്ചിറക്കി ആ പിശാചിനെ എൻ്റെ ശരീരത്തിൽ നിന്ന്, ഐ ആം ഫ്രീ ടുഡേ. തിരുമേനി വീണ്ടും വരണേ എന്ന് പറഞ്ഞു. കറക്റ്റാണ്. അവൾക്ക് തലേന്ന് ബാധയുണ്ട്, രാവിലെ പോയിട്ടുണ്ട്, തിരുമേനി അത് ഇറക്കിയിട്ടുമുണ്ട്. കാര്യം എന്താ? ഒന്ന് ബാധ എന്ന് പറയുന്ന സാധനം ഉണ്ട് എന്ന് അവൾ വിശ്വസിക്കുന്നു. അവളുടെ ചുറ്റുള്ള അമ്മ, അപ്പ, അപ്പൂപ്പ, അമ്മുമ്മ, ചുറ്റുള്ള പക്കമേള നിൽക്കുന്ന ടീമുകളെല്ലാം വിശ്വസിക്കുന്നു. 3, ഇത് ചെയ്യാൻ വരുന്ന ആളും പറയുന്നത് ഇങ്ങനെ ഒരു സാധനമുണ്ട്. അങ്ങനെ എല്ലാവരുടെ ന്യൂമറിക്കൽ സെലക്ഷൻ, എല്ലാവരോടും പറയുമ്പോൾ ബാധയുണ്ട്, ആ ബാധ ഇവിടെ ഉണ്ട്, അടിച്ചിറക്കിയാൽ പോകുമെന്നുള്ളൊരു ധാരണ, അതിലും വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ്? അടിച്ചു, ബാധ ഉണ്ടായിരുന്നു, പോയി, സുഖമായി, കറക്റ്റാണത്. പക്ഷെ ഈ സാധനം എന്താണ്? യു നീഡ് ടു ബിലീവ് ഇൻ ദിസ് ബുൾഷിറ്റ്. ഒരു ജബ്ബാർ മാഷിനെ പിടിച്ചുകൊണ്ടിരുത്തി ബാധ ഇറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പണി പാടും. സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞോ, കാര്യം ജബ്ബാർ മാഷ് ഇത് എടുക്കുന്നില്ലല്ലോ. ഈ സാധനം ഇത് എടുക്കുന്ന ഒരാളെ കൊണ്ട് മാത്രമേ നമ്മൾക്കിത് ഒഴിപ്പിക്കാൻ പറ്റൂ. മനസ്സിലായില്ലേ? എന്നാലും ഈ സാധനം അവനിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതാണ് ഒരു സ്വന്തം വാല് വിഴുങ്ങുന്ന ഒരു പാമ്പ് പോലെയാണ് അന്ധവിശ്വാസി. അവൻ്റെ എല്ലാ പേടികളും ഭയങ്ങളും ഫലസാധ്യതകളും എല്ലാം ഇവിടെ തന്നെ ആയിരിക്കും. അവനത് എടുത്താൽ ഓക്കെ, റൈറ്റ്, അങ്ങോട്ട് അത് ചെയ്യാൻ പാടില്ല, അത് ഇന്നാർക്ക് ഇഷ്ടമല്ല എന്നവൻ വിശ്വസിക്കുകയാണെങ്കിൽ ഓക്കെ, അവൻ എൻ്റെ ഭയമായി അവൻ ചെയ്യാതിരിക്കും. ജ്യോതിഷത്തിൽ പലരും പറയും നിങ്ങൾ ജ്യോതിഷം നന്നായിട്ട് പഠിക്കണം കേട്ടാ, അതിനകത്ത് രാശികളുണ്ട്, അതിനകത്ത് അതുണ്ട്, മാടയുണ്ട്, കോടയുണ്ട്, ഇതൊക്കെ കുത്തിയിരുന്ന് പഠിക്കണം. നിങ്ങൾക്ക് കണക്ക് മൊത്തം പ്യുവർ മാത്തമാറ്റിക്സാണ്, അതാണ് അതിനെക്കാട്ടി രസം. ഭയങ്കര കണക്കാണ് അതിനകത്ത്. 7ാം ക്ലാസ് പോലും കൃത്യമായിട്ട് ജയിക്കാത്തവനൊക്കെ ആയിരിക്കും ഇതിനകത്ത് ഭയങ്കര. ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല, ഇവിടുത്തെ കേരളത്തിൽ ഏറ്റവും പ്രശസ്തരായ പല ജ്യോതിഷികളുടെയും അടിസ്ഥാന വിദ്യാഭ്യാസത്തെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. അപ്പൊ ഇത് പഠനമൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ വെറും ജാടകളാണ്. ഇതിനകത്തൊരു കണക്കുമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. കണക്കുള്ള എന്തിലാന്ന് ഞാൻ പറയാം. ജ്യോതിഷത്തിൽ അവിശ്വസിക്കാനായിട്ട് ജ്യോതിഷം പഠിക്കേണ്ട ഒരു കാര്യമില്ല. കുത്തിയിരുന്ന് എങ്ങനെയാണ് 12 രാശികളായിട്ട് തിരിക്കുന്നത്, എന്താണ് 27 നാള്, ഇതെങ്ങനെ വരുന്നു, എന്താണ് ജന്മനക്ഷത്രം, എന്താണ് തിഥി, എന്താണ് പക്കം, എന്താണ് മൗഢ്യം, എന്താണ് അപഹാരം, ഇതൊന്നും പഠിക്കേണ്ട ഒരു കാര്യമില്ല. പച്ചയായിട്ട് പറയാം. ഇതൊക്കെ പഠിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഇതിൻ്റെ വിഡ്ഢിത്തരം മനസ്സിലാക്കാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇത് തള്ളണമെങ്കിൽ, ഈ സാധനം തള്ളണമെങ്കിൽ ഇത് പഠിക്കേണ്ട കാര്യമില്ല.
ഞാൻ സിൻസിയറായിട്ട് പറയാം. എനിക്കല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജ്യോതിഷമൊക്കെ വാങ്ങിച്ച് നേരെ പഠിക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് അടിസ്ഥാനപരമായിട്ട് ഗ്രഹജ്യോതിഷം ഡീൽ ചെയ്യുന്നത് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും രാശികളെയും ആണല്ലോ. പൊതുവായിട്ട് എല്ലാവർക്കും അറിയാം, സിമ്പിളായിട്ട് പറയാം. ഇതിനടിസ്ഥാനത്തിൽ ഫലം പ്രവചിക്കുമ്പോൾ ജ്യോതിഷ വിശ്വാസികൾ, മതവിശ്വാസികളെക്കാൾ കൂടുതലാണ് ജ്യോതിഷ വിശ്വാസികൾ. ഞാൻ മനസ്സിലാക്കിയുള്ള മുസ്ലിങ്ങൾ വരെ ജ്യോതിഷം എഴുതി വെച്ച് എനിക്ക് പണ്ടേ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടത് 50% മുസ്ലിങ്ങളും ജാതകം എഴുതിക്കുമെന്ന്. ചില ജില്ലകളിൽ വ്യത്യാസമുണ്ട്. ജാതകം എഴുതിക്കുമെന്ന് മാത്രമല്ല, ഓഫീസുകളിലോ വർക്കിംഗ് പ്ലേസുകളിലോ ജാതകപരമായോ ജ്യോതിഷപരമായോ ചർച്ചകൾ നടക്കുമ്പോൾ ഇവർ തല നീട്ടി ഇങ്ങനെ കേൾക്കും. അതൊരു അവസ്ഥയാണ്. ഈ തെക്കും ഭാഗം എന്ന് പറയുന്ന സ്ഥലമുണ്ട് കൊല്ലത്ത്. അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുസ്ലിം വോട്ടേഴ്സ് ഉണ്ട്, മുസ്ലിം കുടുംബങ്ങളുണ്ട്, വ്യാപാരികളുണ്ട്. പക്ഷെ 6 മണിയാവുമ്പോൾ അവിടുത്തെ മുഴുവൻ മുസ്ലിങ്ങൾ സ്ഥലം വിടും. കരുനാപ്പള്ളിക്കടുത്തുള്ള സ്ഥലമാണ്. ഇവരെവിടെ പോകുന്നത് വെച്ചാൽ ഇവരുടെ വീട്ടിൽ ഇവർ ആ പഞ്ചായത്തിന് പുറത്തേക്ക് പോകുക, റേഞ്ചിന് പുറത്തേക്ക് പോകുക, പരിധിക്ക് പുറത്തേക്ക് പോകുക. കാര്യം വെച്ച് കഴിഞ്ഞാൽ തെക്കും ഭാഗം ദേവിയുടെ ആഭരണങ്ങൾ പണ്ടൊരു മുസ്ലിം മോഷ്ടിച്ചിട്ടുണ്ട്. അന്ന് ദേവി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, മനസ്സിലായല്ലേ? അതുകൊണ്ട് ഏതൊരു റേഞ്ച് ഉണ്ട്, ഇത്ര പരിധിക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ ദേവി മുസ്ലിങ്ങളെ മുഴുവൻ നശിപ്പിച്ചളയും. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടായി, ദൃഷ്ടാന്തങ്ങൾ. ഒരു മുസ്ലിം പോയി കണ്ടി വീണു, ഒരു മുസ്ലിം അവിടെ ഉണ്ടായിരുന്ന ഭ്രാന്ത് പിടിച്ചു, ഒരു മുസ്ലിമിന്റെ കച്ചവടം പൊട്ടി, ഒരു മുസ്ലിമിന്റെ വാഹനപടം. ഈ കഥകളെല്ലാം കൂടെ ഇങ്ങനെ കൊരുത്ത് അങ്ങോട്ട് വെച്ചു. മുസ്ലിങ്ങളെല്ലാം കൂടെ പേടിച്ച് വിട്ടു. കാര്യം മുസ്ലിം എന്ന് പറയുന്നത് അവൻ്റെ കയ്യിൽ മാന്യമായ ഒരു അന്ധവിശ്വാസമുണ്ട്, അവൻ്റെ മതവിശ്വാസം. ഇവനിപ്പോൾ കൊടുത്തത് എന്താണ്? അതേ കണക്ക് വേറൊരു അന്ധവിശ്വാസം. അവനതെടുത്തു. അവൻ്റെ മസ്തിഷ്കം കൊടുത്ത ആരാണ്? ദേവി, ഹിന്ദുക്കൾ. അവർ വേറൊരു അന്ധവിശ്വാസം. അപ്പോൾ ഒരു കൂട്ടം അന്ധവിശ്വാസികൾ, ഒരു പിടി അന്ധവിശ്വാസം വേറൊരു കൂട്ടം അന്ധവിശ്വാസികൾക്ക് കൊടുത്തു. 6 മണി കഴിഞ്ഞാൽ ഒറ്റ മുസ്ലിങ്ങൾ അവിടെ ഇല്ല. ഞാൻ അതിനെക്കുറിച്ച് പച്ചക്കുതിര ഒരു ആർട്ടിക്കിൾ വരെ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് എഴുതി, കഥ പറഞ്ഞ് ഓടിക്കുമ്പോൾ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ എഴുതി. ഇപ്പൊ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ അല്ലേ ഇതിനകത്ത് യഥാർത്ഥ കുറ്റക്കാര്? ഹിന്ദുക്കളുടെ ഒരു അന്ധവിശ്വാസം ദേവി പേടിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇവരെന്തിനാ ഓടുന്നേ? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അന്ധവിശ്വാസത്തിന് ജാതിയും മതമൊന്നും ഇല്ല കേട്ടോ. അവർ പറയുന്നത് ശരിയാണ്. അന്ധവിശ്വാസങ്ങൾ അടിസ്ഥാനപരമായിട്ട് മറ്റുള്ളവരുടെ വിശ്വാസം, നല്ലൊരു അന്ധവിശ്വാസിയാണ് നിങ്ങളെങ്കിൽ വേറൊരു കൂട്ടർ അന്ധവിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ചെറിയ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അമ്പലക്കുളത്തിൽ നിന്ന് മീൻ പിടിക്കരുത് കോയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പിടിച്ചാലെന്ന് ചോദിക്കുമ്പോ എന്നാ ഇനി പിടിക്കണ്ട, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന്. കാര്യം ഈ സെറ്റിംഗ് എല്ലാം ഒന്ന് തന്നെയാണ്. അസ്ട്രോളജി ഈസ് ആക്ച്വലി എ സൂപ്പർസ്റ്റിഷൻ വിത്ത് എ യൂണിവേഴ്സൽ ക്യാരക്ടർ. എല്ലാ രാജ്യങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും അസ്ട്രോളജി എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടുണ്ട്. ബൈ ആൻഡ് ലാർജ് ദ വെസ്റ്റേൺ സൊസൈറ്റി ഡിസ്മിസ്ഡ് ഇറ്റ്. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ ഒരു 150 വർഷത്തിന് മുമ്പ് എല്ലാവരും ജ്യോതിഷത്തിൽ വിശ്വസിച്ചിരുന്നു, ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ. പക്ഷെ കഴിഞ്ഞ 150 വർഷമായിട്ട് പാശ്ചാത്യ ലോകം ഇതിനെ ഒരു സ്യൂഡോ സയൻസ്, അല്ലെ ഒരു കോക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ട്രാഷായിട്ട്, ഒരു ചവറായിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മുടെ സമൂഹങ്ങളിൽ, അതാണ് ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ തന്നെ മതവും അതേപോലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ പിറകോട്ട് പോകുമ്പോൾ നമ്മുടെ അഫ്ഗാനിസ്ഥാനിലും സോമാലിയയിലും ബംഗ്ലാദേശിലും ഇന്ത്യ പോലെയുള്ള ദരിദ്ര രാജ്യങ്ങളിൽ ഇത് ശക്തിപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതേ കണക്ക് തന്നെയാണ് അസ്ട്രോളജി നമ്മളിവിടെ ശക്തിപ്പെടുക. മാലിന്യത്തിൽ കൊതുകുന്ന പോലെ എന്ന് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ. ഇത് ആക്ച്വലി അസ്ട്രോളജി പറയുമ്പോൾ ആദ്യം പറയുന്ന കാര്യം എല്ലാവരും പറയുന്നത് ഇത് ശാസ്ത്രീയമല്ല എന്നെല്ലാവരും പറയുന്നത്. ശാസ്ത്രീയമല്ല. എന്താ ശാസ്ത്രീയമല്ലാത്തതിൻ്റെ കാര്യം? ഇത് ജിയോസെൻട്രിക് ആണ്. ഭൂമി കേന്ദ്രമായിരുന്ന ഭൂമിക്ക് ചുറ്റും ഗ്രഹങ്ങളും ഗോളങ്ങളും എല്ലാം കറങ്ങുന്നു എന്നുള്ള സങ്കല്പത്തിലാണ്. 12 രാശിയാണ് അസ്ട്രോളജിയിലുള്ളത്. എന്താ ഈ രാശി എന്ന് പറഞ്ഞാൽ ആദ്യം അറിയാം. നിങ്ങൾ രാവിലെ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു, ഉദിച്ചിട്ട് സൂര്യൻ ഇങ്ങനെ മെല്ലെ പൊങ്ങി വന്ന് നട്ടുച്ച അസ്തമിക്കുന്നു, പിന്നെ അതിൻ്റെ താഴെ ഇങ്ങനെ വരും. മനസ്സിലായില്ലേ? 12. അപ്പോൾ ഒരു 9 മണിയാകുമ്പോൾ 45 ഡിഗ്രി ആയിരിക്കും. 12 മണിയാകുമ്പോൾ തലയ്ക്ക് മേതെ വരും. പിന്നെ ഇങ്ങനെ സെറ്റ് ചെയ്യും. അപ്പം മുകളിൽ 6 രാശി, താഴെ 6 രാശി. താഴെ 6 രാശി നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം 12 രാശി എന്തിനാ? 24 ആയിക്കൂടെ? ഒരു രാശി 30 ഡിഗ്രിയാണ്. അപ്പോൾ 15 വെച്ചെടുക്കാന്നുണ്ടെങ്കിൽ 24 രാശി വരും. പണ്ട് ഡെക്കനൽ സിസ്റ്റം ആയിരുന്നു. അന്നായിരുന്നെങ്കിൽ 10 ഡിഗ്രിയാണ് ഒരു രാശി. അത് മാറ്റിയിട്ടാണ് 30 ഡിഗ്രി വെച്ചെടുക്കാൻ തുടങ്ങി.
30 ഡിഗ്രി അടിച്ചെടുക്കുന്ന കണക്ക് എന്താണെന്ന് ചോദിച്ചാൽ ചുമ്മാ അങ്ങ് എടുക്കുന്നു. ഒരു രാശിയിൽ നിന്ന് വേറൊരു രാശിയിലേക്ക് ഒരു ഗ്രഹം പോകുമ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അത് 30 ഡിഗ്രി വെച്ച് എടുത്തിട്ടല്ലേ അങ്ങനെ വന്നത്. നിങ്ങൾക്ക് 15 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ആ മാറ്റം വരത്തില്ലല്ലോ. ഇതൊക്കെ തോന്നിയ പോലെ അങ്ങ് എടുത്തിരിക്കുക. മൊത്തം 360 ഡിഗ്രി. 30 വെച്ചെടുക്കുമ്പോൾ 12. 30 വെച്ചെടുക്കുന്ന കാര്യമില്ല. 24 രാശിയാൽ എന്താ കുഴപ്പം? 6 രാശിയാൽ എന്താ കുഴപ്പം? 48 രാശിയാൽ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? എന്താ ഒരു കുഴപ്പമില്ല. അങ്ങനെ അങ്ങ് എടുത്തിരിക്കുന്നു. ഒരു സൗകര്യത്തിന് അങ്ങ് എടുത്തിരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്തെല്ലാം കണക്കതേ ഉള്ളൂ. പക്ഷേ മുഖ്യധാര മതം പോലും പലപ്പോഴും അസ്ട്രോളജിയെ വളരെ മോശമായിട്ടാണ് കാണുന്നത്. ഇസ്ലാം, ജുഡായിസം, ക്രിസ്ത്യാനിറ്റി പോലെയുള്ള സെമറ്റിക് മതങ്ങൾ അവരുടെ വിശ്വാസികൾ ഇതിനകത്ത് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ മതം താത്വികമായിട്ട് ഈ അസ്ട്രോളജി എന്ന് പറയുന്ന സാധനത്തെ തള്ളിപ്പറയാണ് ചെയ്യുന്നത്. ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ദോസ് ദാറ്റ് ഗെറ്റ് ലിവിംഗ് ബൈ കാൽക്കുലേഷൻ ഓഫ് സ്റ്റാർസ്, ബൈസ് എ ചാർട്ട് ആൻഡ് അതർ ലൈയിങ് ട്രിക്സ് ആർ ടു ബി അവോയ്ഡഡ്. ജ്യോതിഷപരമായിട്ട് കാര്യങ്ങൾ നീക്കുന്ന ആരെങ്കിലും കണ്ടുകയാണെങ്കിൽ അവനിൽ നിന്ന് മാറി നടക്കണം എന്നാണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. വിവേകാനന്ദൻ സാമാന്യം ഭേദപ്പെട്ട ഒരു അന്ധവിശ്വാസിയായിരുന്നു. അദ്ദേഹം പറഞ്ഞെന്താണ്? Let stars come, what harm is there? If a star disturb my life, it will not worth a cent. You will find that astrology and all these mystic things are generally signs of weak mind. ദുർബല മനസ്കരുടെ രോഗാവസ്ഥയാണ് ജ്യോതിഷ വിശ്വാസം എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. വിവേകാനന്ദൻ ഒന്നാന്തരം കാളീഭക്തനായിരുന്നു. അദ്ദേഹത്തിന് ഒരു ശരാശരി ഹിന്ദു കൊണ്ടു നടക്കുന്ന മിക്കവാറും പല അന്ധവിശ്വാസങ്ങളും രാജകീയമായി കൊണ്ടുനടന്ന വ്യക്തിയാണ്. കുറച്ച് പുരോഗമനത്തരം ഉണ്ടായിരുന്ന വ്യക്തിയും കൂടിയാണ്. അത് വേറെ ഒരു ഭാഗം. അദ്ദേഹം പറയുന്നതാണ്, if therefore as soon as they are becoming prominent in our mind, we should see a physician and take good food and rest. നിങ്ങൾക്ക് അസ്ട്രോളജിയിലൊക്കെ വിശ്വാസം ഉണ്ടായി തുടങ്ങി കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യുക, പോയി ഒരു ഡോക്ടറെ കാണുക, നന്നായിട്ട് ആഹാരം കഴിക്കുക, പോയി വിശ്രമം എടുക്കുക. വിവേകാനന്ദനെ പൊക്കിക്കൊണ്ട് നടക്കുന്നവരെങ്കിലും ഇത് തഴഞ്ഞിരുന്നെങ്കിൽ തന്നെ എത്രയോ നന്നായിരുന്നു ഞാൻ ആലോചിച്ചു. ഇനി താണ്ട് വേറൊരു സ്വാമി, അദ്ദേഹം വിവേകാനന്ദനെ പഠിക്കുകയാണ്. 2 പേപ്പറൂടെ കിട്ടാറുണ്ട് എന്നേ ഉള്ളൂ. ജ്യോതിഷം ശാസ്ത്രമാണ്, എന്നാൽ ജ്യോതിഷി തട്ടിപ്പുകാരനാണ്. വേദത്തിന്റെ 6 ഘടകങ്ങളിൽ ഒന്നാണ് ജ്യോതിഷം. വേദാംഗമാണ് ജ്യോതിഷം. ഇപ്പൊ നിരുക്തം, വ്യാകരണം എന്നൊക്കെ പറയുന്നോണം, ഛന്ദസ് എന്നൊക്കെ പറയുന്നോണം വേദാംഗത്തിൽ ഒരെണ്ണമാണ് ജ്യോതിഷം. ഈ ജ്യോതിഷം എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ട്. ഒന്ന് ജ്യോതിശാസ്ത്രം, മറ്റൊന്നത് ജ്യോതിഷം. എന്താണ് ജ്യോതിശാസ്ത്രം? ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കലണ്ടർ ഇല്ല, വാച്ചില്ല, ക്ലോക്ക് ഇല്ല, ഒന്നും ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ സമയം എങ്ങനെ അറിയണം എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സമയം അറിയാനായിട്ട് ചില അടയാളങ്ങൾ ആകാശത്ത് ഉണ്ടാക്കുന്നതാണ് ജ്യോതിശാസ്ത്രത്തിന്റെ തുടക്കം. ഒരാൾ ജനിച്ചിട്ട് എത്ര വയസ്സായി, എപ്പോൾ വിളവിറക്കണം, എപ്പോൾ കൊയ്യണം, എപ്പോൾ ഒരു കാര്യം നടത്തണം, ഇതൊക്കെ കണക്കാക്കാനായിട്ട് നമുക്ക് വേറെ സാധനമില്ല. അതുകൊണ്ടാണ് ആകാശം നോക്കിയപ്പോൾ കാണാം അതിനകത്ത് ഒരുപാട് ഡയലുകൾ, സൂചികളുള്ള കൃത്യമായി ചില നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഗോളങ്ങളും വരുന്നു. അത് വെച്ച് ആദ്യമായിട്ട് സമയഗണനയാണ്, അതിനാണ് കണക്ക് എന്ന് പറയുന്നത്. ജ്യോതിഷത്തിലെ കണക്കെന്ന് പറയുന്നത് അതാണ്. ഇന്ന് സമയം, അതായത് ഒരു കുട്ടി ജനിക്കുക, ഉദാഹരണമായിട്ട് ഒരു കുട്ടി രോഹിണി, ചന്ദ്രൻ രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു കുട്ടി ജനിക്കുന്നതെങ്കിൽ 27.32 ദിവസം കൊണ്ട് ചന്ദ്രൻ വീണ്ടും കറങ്ങി ആ രോഹിണിയിൽ തന്നെ വരും. അതാണ് ചന്ദ്രന് ഭൂമിക്ക് ചുറ്റും കറങ്ങാൻ എടുക്കുന്ന ഒരു പ്രദക്ഷിണത്തിന്റെ സമയമാണ് 23.2. 23.2 ദിവസം കഴിയുമ്പോൾ രോഹിണിയിൽ തുടങ്ങിയ ചന്ദ്രൻ വീണ്ടും അവിടെ തന്നെ വരുമ്പോൾ 28ാമത്തെ ദിവസം തൊട്ടടുത്ത നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കെട്ട്, അരയിൽ ഒരു കെട്ട് കിട്ടും, 28 കെട്ട്. അപ്പൊ ആ കുട്ടി ജനിച്ചിട്ട് 28 ദിവസമായി. എന്നിട്ട് വീണ്ടും ചന്ദ്രൻ വീണ്ടും രോഹിണിയിൽ വരുമ്പോൾ ആ കെട്ടിന്റെ താഴെട്ടൊരു വള്ളി ഇട്ടിരിക്കും, അതിനകത്ത് ഓരോ ഞുറുക്ക് ഇങ്ങനെ ഇടും, ഇങ്ങനെ ഒരു കൊച്ചു കെട്ടി. അങ്ങനെ 3-4 വയസ്സ് വരെ ഈ അരഞ്ഞാണവും അതിനകത്തുള്ള കൊച്ചു കെട്ടുകളും വെച്ചുകൊണ്ട് ഈ കുട്ടിക്ക് എത്ര വയസ്സായെന്ന് പറയാൻ പറ്റും. പിന്നെ കാപ്പിടുക എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. 5 വയസ്സാകുമ്പോൾ ഒരു കാപ്പിടുക, പിന്നെ ഒരു കെട്ടിടുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമയം അടയാളപ്പെടുത്തുകയാണ്. ആകാശം ഇങ്ങനെ ഒരു വലിയൊരു പായ പോലെ ഇങ്ങനെ കിടക്കുകയാണ്, അതിനകത്ത് ഇങ്ങനെ സമയം ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അപ്പൊ എപ്പോൾ വിളവിറക്കണം, ഇത് വലിയൊരു കലയാണ്, വലിയൊരു ശാസ്ത്രമാണ്. അസ്ട്രോളജി എന്ന് പറയുന്നത് മനുഷ്യൻ ഇന്നത്തെ ടൂളുകളൊന്നും ഇല്ലാതിരുന്നപ്പോൾ കോണളവുകൾ വെച്ചുകൊണ്ട് മാത്രം നഗ്ന നേത്രങ്ങൾ കൊണ്ട് നടത്തിയ ഒരു പഠനമാണത്. ഈ സാധനത്തെ മനുഷ്യന്റെ ഭാവി പറയാനും അവന്റെ രോഗങ്ങളും അവന്റെ ആസ്തുമയും അവന്റെ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയും അവന്റെ വിദ്യാഭ്യാസ സാധ്യതയും ഇതൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് യഥാർത്ഥ മലിനീകരണം.
ആക്ച്വലി ഞാനതാ പറഞ്ഞത്, ജ്യോതിശാസ്ത്രം ഒരു പാട്ടാണെങ്കിൽ ജ്യോതിഷം അതിൻ്റെ പാരഡിയാണ്, അതിൻ്റെ ക്ഷുദ്ര പാരഡി, വെറും പാരഡിയല്ല. മനുഷ്യനെ ഇത്രയധികം സമൂഹത്തെയും മനുഷ്യനെയും മൊത്തത്തിൽ നശിപ്പിക്കുന്ന ഒരു ഫ്യൂറിടാൻ സാധനമാണത്, പക്ക ഫ്യൂറിടാൻ എന്ന് വേണേൽ പറയാം. അതുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത് ജ്യോതിഷൻ ശാസ്ത്രമാണ്, എന്നാൽ ജ്യോതിഷി തട്ടിപ്പുകാരനാണ്. വേദത്തിന്റെ 6 ഘടകങ്ങളിലൊന്നാണ് ജ്യോതിഷം. ജ്യോതിഷി തട്ടിപ്പാണെന്ന് തെളിയിക്കാൻ ആരുമായി സംവാദത്തിന് ഞാൻ ഒരുക്കമാണ്. ചൊവ്വാദോഷം വിവാഹത്തിന് തടസ്സമല്ല. ചൊവ്വാദോഷം ഉണ്ടെന്ന് പറയുന്ന അറിവില്ലായ്മയാണ്. ചൊവ്വാദോഷത്തിന് ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ല. ജ്യോതിഷിയിൽ നടത്തുന്ന തട്ടിപ്പാണത്. അതിനാൽ തന്നെ ജ്യോതിഷി അപകടകാരിയാണ്. വിശ്വാസിയുടെ വൈകാരികത ചൂഷണം ചെയ്താണ് ഇവർ നിലനിൽക്കുന്നത്. ഇത് പറയുമ്പോൾ സന്ദീപാനന്ദഗിരിക്ക് എന്ത് കിട്ടും? അടി കിട്ടും. കാരണം എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞത്, അന്ധവിശ്വാസങ്ങൾ എങ്ങനെയാണ് മസ്തിഷ്കങ്ങളെ കീഴ്പ്പെടുത്തുന്നത്. ഇയാൾ പറയുന്ന യുക്തിയായിരിക്കും, കാര്യമായിരിക്കും പറയുന്ന ഇദ്ദേഹം, പക്ഷേ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. പലരും പറയും, ഓ വിശ്വാസമില്ല വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കാം, അവസാനം ഇങ്ങോട്ട് വരും എന്നൊക്കെ ഓരോരുത്തർ വലിയ ആത്മവിശ്വാസത്തോടെ പറയുന്നില്ലേ? ഇതാണ് സാധനം. ഇതൊരു വലിയ വിശ്വാസങ്ങളെ താലോലിക്കുന്ന ഒരു സമൂഹത്തിൽ ആർക്കും പെട്ടെന്ന് അടിപതറാനുള്ള സാധ്യതയുണ്ട്. ചില പറയും ജ്യോതിഷം, ഞാൻ ഒരാളെന്ന് പറയും ജ്യോതിഷം ഇങ്ങോട്ട് എല്ലാം പറയുന്നത് ബാബിലോണിയിൽ നിന്ന് വന്നതാണ്, ഗ്രീക്ക് സാധനമാണ് എന്നൊക്കെ പറയാറുണ്ട്. അതാണ് ഇപ്പൊ കുംഭമാസം, അവരുടെ മാസങ്ങളെല്ലാം. കുംഭം എന്ന് പറയുന്ന ഉദാഹരണം നമുക്ക് നല്ല ചൂടാണ് അല്ലേ? കുംഭം എന്ന് പറഞ്ഞാൽ കുടമാണ്, മീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യമാണ്, വെള്ളം. അപ്പം കുംഭം മീനം മാസങ്ങൾ ബാബിലോണിയക്കാർക്ക് മഴയുടെ സമയമാണ്. അവരതനുസരിച്ചാണ് ആ മാസങ്ങൾക്ക് ആ പേര് കൊടുത്തത്. നമുക്കത് വലിയ ചൂടാണ്, പക്ഷെ നമ്മൾ അതേ പേര് തന്നെ കൊടുത്തിരിക്കുന്നു. എന്താ കാര്യം? അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അതുപോലെ ആഴ്ചകൾ നമുക്ക് 7 ദിവസമാണുള്ളത്. അതേസമയം നമ്മുടെ ജ്യോതിഷത്തില് നമുക്ക് 7 ഗ്രഹങ്ങൾ മാത്രമല്ല, രാഹു കേതു എന്ന് പറയുന്ന 2 തമോ ഗ്രഹങ്ങളുണ്ട്. 2 ഗ്രഹങ്ങൾ 2 പോയിന്റ്സ് ആണ്, ഇന്റർസെക്ഷൻ പോയിന്റ്സ് ആണ് ഗ്രഹണം ഉണ്ടാകുന്ന. അവിടെ വരുമ്പോൾ ചന്ദ്രനെ അല്ലെങ്കിൽ സൂര്യനെ കാണാതാകുന്നു. അപ്പോൾ അവിടെ ഒരു ഗ്രഹം അവിടെ ഉണ്ട് എന്ന് സങ്കല്പിക്കുന്നു. അതൊന്നും തെറ്റില്ല. രാഹു കേതു കഥ ഒക്കെ നല്ല ഭാവനയുള്ള കഥ.